ഹേ വാട്സ്അപ്പ് ഗായ്സ്, ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന തീവ്രമായ ആഗ്രഹവുമായി എത്തിയ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഒരു വലിയ സപ്പോർട്ട് ഒരുപാട് ആളുകൾക്കിത് ദിനം പ്രതി ഉപയോഗപ്രദമാകുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിന് ഒരു സാക്ഷാത്കാരം ലഭിക്കുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് പഠിക്കുക എന്നുള്ളതല്ല, സാവധാനം ഇങ്ങനെ പഠിച്ചു പോവുക, സംസാരിച്ച് പഠിച്ചു പോവുക, നമ്മുടെ ആശയങ്ങൾ സംസാരിച്ചുകൊണ്ട് ചെയ്തു പോവുക. പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട്, വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, ഗ്രാമറൊക്കെ 1 by 1 പറഞ്ഞതിന് ശേഷമല്ലേ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത്, അതുപോലെ വെർബൊക്കെ ആദ്യം പഠിക്കണ്ടേ എന്ന് ചോദിക്കും. വെർബ് മറ്റ് സംഭവങ്ങളൊക്കെ പഠിക്കണം, പക്ഷെ നമ്മളത് ഉപയോഗിച്ചത് പഠിച്ചു പോവുക. ഇപ്പോൾ നമ്മൾ മലയാളം സംസാരിക്കാറ്, നമ്മൾ കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഗ്രാമർ അറിഞ്ഞിട്ടാണോ മലയാളം സംസാരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് മലയാളത്തിൽ പല ഗ്രാമർ അറിയില്ല, പക്ഷെ നമ്മൾ സംസാരിക്കുന്നില്ലേ? ലൈഫിൽ പല കാര്യങ്ങളും ഇങ്ങനെയാണ്, നമ്മൾ ഉപയോഗിച്ച് ശീലിക്കുമ്പോൾ നമ്മൾ അറിയാതെ വരും. ഭാഷ എപ്പോഴും അങ്ങനെയാണ്, നമ്മളറിയാതെ ബ്രെയിനിൽ നിന്ന് ഇങ്ങോട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ട്രെയിനിങ് ആണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും കൂടി ഉണ്ട്. ഞാനതിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം, 9995558247. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ സൗജന്യ വാട്സപ്പ് ഗ്രൂപ്പാണ്. നമ്മുടെ വീഡിയോകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ വിവരങ്ങൾ അവിടെ ലഭ്യമാകും. അതോടൊപ്പം തന്നെ ചില ഓഡിയോ ടിപ്സുകളൊക്കെ ഓഡിയോ ആയിട്ട് നമ്മൾ ടിപ്സുകളൊക്കെ ഇംഗ്ലീഷിൻ്റെ ടിപ്സുകൾ ഓഡിയോസ് ആയിട്ട് അവൈലബിൾ ആണ് ഈ ഗ്രൂപ്പിൽ. അതോടൊപ്പം നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, അതോടൊപ്പം തന്നെ അധ്യാപകരോട് കൂടുതൽ സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ട് എന്ന് തോന്നുന്ന ആളുകൾക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ വിശദമായി തന്നെ പറയുന്നതാണ്. ഒപ്പം തന്നെ എത്രയോ മുതിർന്ന ആളുകൾ, എത്രയോ കാലമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കില്ല എന്ന് കരുതിയ ആളുകൾ, അവരൊക്കെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഒപ്പം തന്നെ ഗ്രൂപ്പിൽ വന്ന് ഒരുപാട് ആളുകൾ അതിമനോഹരമായ രീതിയിൽ വോയിസ് അയക്കുന്ന സമയത്ത് നമുക്കും വലിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ യോർലി വെൽക്കം ടു ബ്രില്യൻറ്റ് ഇംഗ്ലീഷ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ അഭിനവിനെയും അജയെയും നമുക്ക് ഓൺലൈനിലേക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം. ഞാൻ അവരോട് സംസാരിക്കുന്നത് നിങ്ങളോടാണെന്നുള്ള ഓർമ്മയിൽ വേണം. നിങ്ങൾ ഓരോ ആളുകളും ഇന്ന് അവർക്ക് ഞാൻ കൊടുക്കുന്ന ടോപ്പിക്സിൽ അവരോട് സംസാരിക്കാൻ കുറച്ച് ഡിലേ ഇടും, കാരണം നിങ്ങളാണത് കേട്ട് പറയേണ്ട. ആ ഒരു ഗ്യാപ്പ് ഇടുന്നത് നിങ്ങൾക്ക് സംസാരിക്കാനാണ് കേട്ടോ. ഓക്കെ, ഞാനൊന്ന് കോൾ കണക്ട് ചെയ്യാണ്. അഭിനവ്, സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് പറയാമോ അഭിനവ്? ഹലോ സാർ, കേൾക്കാം സാർ. കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അജയിനെ ഒന്ന് കണക്ട് ചെയ്യട്ടെ. അജയ് കേൾക്കുന്നുണ്ടോ? അജയ് കേൾക്കാവോ? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ ഫൈൻ, ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ സാർ. റൈറ്റ്, രണ്ടാൾക്കും കേൾക്കാൻ ഞാൻ കരുതുന്നു. കേൾക്കാം സാർ. യെസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷനിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളിൽ, അതായത് ചില സിമ്പിൾ വേർഡുകൾ ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോഴും ചില ആൾക്ക് കൺഫ്യൂഷൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രായമുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ചെറിയ സെൻറ്റൻസുകളാണെങ്കിലും ചിലതൊക്കെ പറയാനൊരു പ്രയാസം വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി സിമ്പിൾ സെൻറ്റൻസ്, നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ വന്നിട്ടുള്ള സെഷനേക്കാളും കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഒന്ന് സംസാരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ അടുത്ത ലെവലിലേക്കുള്ള കുറച്ചും കൂടി ടഫായിട്ട് വരും. ഇതിൽ പോലും നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ഇതുവരെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്തല്ലോ അല്ലേ? അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഞാൻ പോകുന്ന സമയത്ത് ആദ്യം ഞാൻ ആ മലയാളം കാണിച്ചു തന്നിരുന്നു. അജയ്ക്കും അഭിനവിനും ഞാനൊരു മലയാളം കാണിച്ചു തരാം. ഒരു മലയാളം ഒന്ന് കാണുന്നുണ്ടോ? സ്ക്രീനിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? 2 മണിക്കൂർ 2 മണിക്കൂർ മുമ്പേ എൻ്റെ ഫോൺ ബെല്ലടിച്ച് അതിൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു, പക്ഷേ ഞാൻ ആ കോൾ ഇങ്ങനെ കണ്ടോ, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു 20ഓളം സെൻറ്റൻസുകളുണ്ട്. ഓക്കെ, ഈ 20ഓളം സെൻറ്റൻസുകൾ നമുക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, തീരെ അറിയാത്ത ഒരാൾക്കും പറയാൻ പറ്റും. കുറച്ചുകൂടി സിമ്പിളായിട്ടാണ് ഞാനിന്ന് ഇതാദ്യം പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും വേണ്ടി കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ നിത്യജീവിതത്തിലെ പല കാര്യങ്ങളും സിമ്പിളായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുകൂടിയാണ് നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ കഴിഞ്ഞ ഭാഗങ്ങളിൽ എടുത്ത എല്ലാം കണക്ട് ചെയ്തുകൊണ്ട്, ഇതുവരെ പഠിപ്പിച്ചതെല്ലാം 1 by 1 ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സെഷൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നണ്ട ഇതുവരെ പഠിപ്പിച്ച് തന്നെയാണോ ഇനിയും പറയുന്നതെന്ന് തോന്നണ്ട, കാരണം ഇതേപോലെ ആശയങ്ങൾ മേക്ക് ചെയ്യുമ്പോഴാണ് നമ്മളിതിൽ നല്ല എക്സ്പേർട്ടായി മാറുന്നത് കേട്ടോ. ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യം ഇതിനു വേണ്ടി കുറച്ച് സെൻറ്റൻസുകൾ ആദ്യം ഒന്ന് പറയാം. ആ സെൻറ്റൻസുകൾ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഐഡിയ വരുന്നത്. ഇപ്പോൾ 2 ദിവസം മുമ്പ് എന്നുള്ളതിന് എന്തായിരുന്നു പറയുക അജയ്? 2 ദിവസം മുമ്പ് 2 days ago അല്ലേ? എന്നാൽ ഇവിടെ നമുക്കൊരു സമയത്തിലേക്ക് വരികയാണ്. 2 മണിക്കൂർ മുമ്പാണെങ്കിലോ
2 hours ago. 2 hours ago. ഈ ഹവേഴ്സ് എന്ന് പറയില്ല, ഹാ പറയരുത്, ആയാണ് കേട്ടോ. 2 hours ago. അവേഴ്സ് എന്നേ പറയുള്ളൂ, ഹവേഴ്സ് എന്ന് പറയില്ല. 2 hours ago. 2 hours ago. പറഞ്ഞു നോക്കിയേ. 2 hours ago. ഓക്കെ, അഭിനവ് അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ മുമ്പെന്നാണെങ്കിലോ? 1 hours ago. 1 hours അല്ല, 1 hour. മറ്റേ ഒന്നിൽ കൂടുതലായതുകൊണ്ടാണ് ഹവേഴ്സ് എന്ന് പറഞ്ഞത്. 2 hours, 1 hour ago. 1 hour ago പറയാം, അല്ലെങ്കിൽ an hour ago. an hour ago. ഓക്കെ Okay, sir. Okay, sir. an hour. അവർ ആണ്, ഹവർ അല്ല, അവർ. എച്ച് ആണ് വരുന്നതെങ്കിലും ഹവർ എന്ന് പറയരുത്, അവർ. അവർ. ഓക്കെ Okay, sir. ഒന്ന് പറഞ്ഞ അഭിനവേ. 1 hour ago. അല്ലെങ്കിൽ an hour ago. an hour ago. ഓക്കെ, ഇനി അരമണിക്കൂർ മുമ്പ് എന്നാണെങ്കിൽ എങ്ങനെ പറയും? എങ്ങനെയാണെങ്കിൽ Half an hour ago. വെരി ഗുഡ്. ഹാഫ് ആൻ അവർ എഗോ. ഹാഫ് ആൻ അവർ എഗോ. ഓക്കെ, കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് നമ്മളങ്ങനെ പറയില്ലേ, കുറച്ച് മുമ്പ് അവനോട് വന്നായിരുന്നു, കുറച്ച് മിനിറ്റ് മുമ്പ് അവനോട് വന്നായിരുന്നല്ലോ, അല്ലെ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് എനിക്ക് ഒരു മെയിൽ കിട്ടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു കോള് വന്നായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് എന്നാണെങ്കിലോ? Few minutes ago. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഫ്യൂ മിനിറ്റ്സ് എഗോ. ശ്രദ്ധിക്കുക, എ ഫ്യൂ മിനിറ്റ്സ് എഗോ. നിങ്ങൾക്ക് ഞാനത് മുമ്പ് ഒരു ദിവസം പഠിപ്പിച്ചെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, എ ഫ്യൂ മിനിറ്റ്സ് എഗോ. നമ്മൾ പറയില്ലേ, നമ്മൾ ചില വീഡിയോസിലൊക്കെ ഉണ്ടാവില്ലേ, എ ഫ്യൂ അവേഴ്സ് എഗോ എന്നൊക്കെ പറയില്ലേ, കാണാറില്ലേ? എഴുതി കാണിക്കാറില്ലേ? ആദ്യം എന്തെങ്കിലും ഒരു സംഭവം കണ്ടതിന് ശേഷം യൂട്യൂബിലൊക്കെ ഉള്ള പല വീഡിയോയിലും കാണാറില്ലേ, ഫ്യൂ അവേഴ്സ് എഗോ, കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ്. അപ്പോൾ അതാണ് എ ഫ്യൂ അവേഴ്സ്. ഫ്യൂ അവേഴ്സ് പോരാം, എ ഫ്യൂ വേണം കേട്ടോ. ഫ്യൂ അല്ല വേണ്ടത്, എ ഫ്യൂ അവേഴ്സ് എഗോ. എ നിർബന്ധമാണ്, ഫ്യൂ അവേഴ്സ് അല്ല വേണ്ടത്, എ ഫ്യൂ അവേഴ്സ് എഗോ. ഫ്യൂ മിനിറ്റ്സ് അല്ല വേണ്ടത്, എ ഫ്യൂ മിനിറ്റ്സ് എഗോ. അ ഫ്യൂ മിനിറ്റ്സ് എഗോ പറയുമ്പോൾ അ ഫ്യൂ എന്ന് പറയുമ്പോൾ അ ഫ്യൂ അല്ല, എ ഫ്യൂ എന്ന് പറയുന്നതാണ് കേട്ടോ. അ ഫ്യൂ മിനിറ്റ്സ് എഗോ, എ ഫ്യൂ അവേഴ്സ് എഗോ. രണ്ടൊന്ന് പറഞ്ഞാൽ ചെയ്. A few minutes ago, a few hours ago. എന്താ ഇതിന്റെ അർത്ഥം? കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ്. അതാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഇനി ഇങ്ങനെ ഒരു ഐഡിയ പറയണമെങ്കിൽ എന്താ പറയേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. എല്ലാ സുഹൃത്തുക്കളും ശ്രദ്ധിക്കുക. 2 hours ago, an hour ago, half an hour ago, a few minutes ago, a few hours ago. മനസ്സിലായല്ലോ? ഓക്കെ സാർ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ ഐഡിയ നമുക്കിനി പറയുന്നതിൽ വരാനുള്ളതാണ്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. രണ്ടാമത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെൻ്റെ സുഹൃത്തായിരുന്നു. ഇപ്പോൾ നമുക്കൊരു ഫോൺ വിളിക്കുകയാണ് ഒരാൾ, അല്ലെങ്കിൽ നമ്മളൊരാൾ വഴിയിൽ വെച്ച് കണ്ടു. അപ്പോൾ വേറൊരു ഫ്രണ്ടിനോട്, എടാ അത് ആരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? അപ്പോൾ നമ്മൾ അതെൻ്റെ അങ്കിളായിരുന്നു, അതെൻ്റെ സിസ്റ്ററായിരുന്നു, അല്ലെങ്കിൽ അതെൻ്റെ ബ്രദറായിരുന്നു. ഓക്കെ, അങ്ങനെ ആരാണിതെന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരാണെന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നതിന് നമ്മൾ മുമ്പ് പറഞ്ഞത് വാസ് എന്നായിരുന്നു. വാസ് ഓർമ്മയുണ്ടോ? അതെൻ്റെ സുഹൃത്തായിരുന്നു എന്നുള്ളതിന് പറയുന്ന സമയത്ത് അത് എന്നുള്ളതിന് ഇറ്റ് അല്ലേ, ഇറ്റ് ഓർമ്മയില്ലേ? അതെന്നുള്ളതിന് ഇറ്റ് ആണ്. അപ്പോൾ അതെൻ്റെ സുഹൃത്തായിരുന്നു. അഭിനവ് ഒന്ന് പറഞ്ഞു നോക്കൂ. ഇറ്റ് വാസ് മൈ ഫ്രണ്ട്. ഇറ്റ് വാസ്. വാസ് അല്ല കേട്ടോ, വാസ് അല്ല. വാസ് എന്ന് പറഞ്ഞാൽ അത് മറ്റേ ഫ്ലവർ വാസ് എന്നൊക്കെ പറഞ്ഞോളെ. ഇപ്പോൾ ഇത് വാസ്. വായിക്ക് താഴെ ഒരു യുവായാക്കി വയ്ക്കുക. വാസ്. ഇറ്റ് വാസ് മൈ ഫ്രണ്ട്. പറഞ്ഞു വയ്ക്കുക അഭിനവേ. ഇറ്റ് വാസ് മൈ ഫ്രണ്ട്. ഓക്കെ, ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയ ഗ്യാപ്പ് തരും. ആ ഗ്യാപ്പ് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓഡിയൻസിന് പറയാനുള്ള ഗ്യാപ്പാണ് കേട്ടോ. അതിനുശേഷം നിങ്ങൾ ആരാണ് പറയേണ്ടതെന്ന് ഞാൻ പറയും. ഓക്കെ. അതെൻ്റെ അധ്യാപകനായിരുന്നു. അതെൻ്റെ അധ്യാപകനായിരുന്നു. ഓഡിയൻസിൻ്റെ ആൻസർ പെട്ടെന്ന് പറയാം കേട്ടോ. ഞാൻ എന്നിട്ട് ഇവരോട് ചോദിക്കാൻ പോവാണ്. അതെൻ്റെ അധ്യാപകനായിരുന്നു. അജയ് എന്ന് പറഞ്ഞു നോക്കിയേ. ഇറ്റ് വാസ് മൈ ടീച്ചർ. ഇറ്റ് വാസ് എന്ന് പറയും. ഇറ്റ് വാസ് മൈ ടീച്ചർ. ഓക്കെ. അടുത്തത് ഞാൻ ചോദിക്കുന്നത് അതെൻ്റെ ബ്രദർ ആയിരുന്നു എന്നാണ്. ആരാ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ഈ ഗ്യാപ്പ് തരുന്നത് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് മുതിർന്ന അമ്മമാരും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇത് വീഡിയോ കാണുന്നുണ്ട്. അവർ നന്നായി ഇങ്ങനെ പറഞ്ഞു പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള ഗ്യാപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതെൻ്റെ ബ്രദർ ആയിരുന്നു. എങ്ങനെയാ പറയാ അഭിനവ്? ഇറ്റ് വാസ് മൈ ബ്രദർ. ഇറ്റ് വാസ് മൈ ബ്രദർ. ഇറ്റ് വാസ് മൈ ബ്രദർ. ഓക്കെ. അടുത്തത് അതെൻ്റെ കസിനായിരുന്നു. അതെൻ്റെ കസിനായിരുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ള ഗ്യാപ്പ് അതിൽ വരികയാണ്. അങ്ങനെ ഒന്ന് അജയ് പറയാം. ഇറ്റ് വാസ് മൈ കസിൻ. ഇറ്റ് വാസ് മൈ കസിൻ. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. അത് ക്ലിയർ ആയിട്ട് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഒരു സംഭവം കാണുമ്പം അത് എൻ്റെ ടീച്ചറായിരുന്നു അല്ലെങ്കിൽ അതെൻ്റെ ഫ്രണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആണ് അത് പറയുന്നത്. അതേസമയം
ആണ് എന്നാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ആണെന്നാണെങ്കിൽ ഇറ്റ് ഈസ് ആണ്, ഇറ്റ് വാസ് അല്ല. ഇറ്റ് ഈസ് മൈ ഫ്രണ്ട്, ഇറ്റ് ഈസ് മൈ ടീച്ചർ. ഓക്കെ, അത് നമുക്ക് ആ സെഷൻ എടുക്കുമ്പോൾ ഞാനത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും. അതേപോലെ ആളുകൾക്ക് പറയുന്ന സമയത്ത് തെറ്റിപ്പോകുന്ന മറ്റൊരു കാര്യമാണ് ഡിഡിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഡിൻ്റ് എന്നുള്ളത് എങ്ങനെ ഉച്ചരിക്കുക ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അഭിനവ് ഒന്ന് പറയുമോ? ഡിൻറ്റ്. ഐ ഡിഡിൻ്റ് എന്ന് പറയാൻ പറ്റുമോ? ഐ ഡിഡിൻ്റ് ഗോ എന്ന് പറയുമോ? ഇല്ല. എങ്ങനെ പറയും? I didn't go. റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തില്ല എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഞാൻ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തില്ല എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരും എന്നുള്ളത് ഒന്ന് അജയ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തില്ല. I didn't attend the phone call. യെസ്, ചെയ്തില്ല എന്നുള്ളതിൻ്റെ വേർഡ് ഏതാണ് ഇവിടെ? ഡിൻറ്റ് ആണ്. ഡിൻറ്റ്. അപ്പോൾ ഐ ഡിഡിൻറ്റ് അറ്റൻഡ് ദ കോൾ അങ്ങനെ പോരാം. ഐ ഡിഡ്ന്റ് അറ്റൻഡ് ദ കോൾ. ഓക്കെ, അതേപോലെ തന്നെ ഈ അറ്റൻഡിന് പകരം വേണേൽ ആൻസർ ഉപയോഗിക്കുക കേട്ടോ. നമ്മൾ പറയില്ലേ നമ്മൾ ആൻസർ ചെയ്തില്ല എന്ന് പറയില്ലേ, നമ്മൾ ഫോൺ എടുത്തിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് ഐ ഡിഡ്ന്റ് ആൻസർ ദ കോൾ എന്നും പറയാം. ഐ ഡിഡ്ന്റ് അറ്റൻഡ് ദ കോൾ എന്ന് പറയാം. ഒരുപാട് രീതിയിൽ പറയാം ഒരു സെൻറ്റൻസ്. ഐ ഡിഡ്ന്റ് പിക്ക് ദ കോൾ എന്ന് പല രീതിയിൽ ആൾക്കാർ പറയാറുണ്ട്. ഐ ഡിഡ്ന്റ് ടേക്ക് എന്ന് പറയാറുണ്ട്. പക്ഷെ നോർമലി നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള രണ്ടെണ്ണമാണ് ഐ ഡിഡ്ന്റ് അറ്റൻഡ് ദ കോൾ. ഓക്കെ, അല്ലെങ്കിൽ ഐ ഡിഡ്ന്റ് ആൻസർ ദ കോൾ എന്ന് പറയാ ചെയ്. I didn't attend the call. I didn't answer the call. ഐ ഡിഡ്ന്റ് ആൻസർ ദ കോൾ. ഓക്കെ, വെരി ഗുഡ്. ഇനി മറ്റൊരു കൺഫ്യൂഷൻ ആളുകൾക്ക് വന്നൊരു സംഭവമായിരുന്നു, ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുമായിരുന്നു, ആ സമയത്ത് ഞാൻ പാട്ട് പാടുകയായിരുന്നു, ആ സമയത്ത് എന്താ പറയുക ഞാൻ ഓഫീസിലായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് പറയുക എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ ആളുകൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ആയിരുന്നു വന്നാൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? അവൻ എൻ്റെ ബ്രദർ ആയിരുന്നു. ഓക്കെ, വാസ് ആണ് വേണ്ടത് അല്ലേ? അവൻ എൻ്റെ ബ്രദർ ആയിരുന്നു എന്ന് എങ്ങനെ പറയും അഭിനവേ? എന്തായിരുന്നു? അവൻ എൻ്റെ ബ്രദർ ആയിരുന്നു. He was my brother. നമ്മളിപ്പോൾ പറഞ്ഞ സംഭവം അല്ലേ? കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. ഓക്കെ. കോമൺ ആയിട്ട് സാധാരണ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് നേരെ ചിന്തിക്കാം. കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് ഞാൻ തിരക്കിലായിരുന്നു. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ ഫോൺ വിളിച്ചു, ഞാൻ സമയത്ത് ഞാൻ തിരക്കിലായിരുന്നു. അപ്പോൾ എങ്ങനെ പറയും? ഞാൻ തിരക്കിലായിരുന്നു. I was busy. ആ സമയത്ത് ഞാൻ തിരക്കിലായിരുന്നാണെങ്കിൽ എങ്ങനെ പറയും? I was busy at that time. Very good. I was busy at that time. Okay? Yes. At the time എന്നും പറയാം, at that time എന്നും പറയാം കേട്ടോ. ഒരു സംഭവം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സമയത്തിൻ്റെ ഒരു ഇത് രണ്ട് ഇതും തമ്മിൽ ഒരു ചെറിയ ചേഞ്ചസ് കാണിക്കാൻ വേണ്ടിയാണ് അറ്റ് ദ ടൈമും അറ്റ് ദാറ്റ് ടൈമും. അതെന്താണെന്നുള്ളത് വരും ഭാഗങ്ങളിൽ വരും പോർഷൻസിൽ ഞാനത് കൂടുതലായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വേണ്ടത് ഐ വാസ് ബിസി അറ്റ് ദാറ്റ് ടൈം. പറഞ്ഞു നോക്കിയേ, I was busy at that time. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ആ സമയത്ത് ഞാൻ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് പറയേണ്ടത്. ആരാ പറയേണ്ടതെന്ന് ഞാൻ പറയാം. ആ സമയത്ത് ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. ഓക്കെ, യെസ്. ഒന്ന് അജയ് പറഞ്ഞു നോക്കൂ. I was working at that time. ഈ വർക്കിംഗ് എന്ന് പറയുന്നത് വാക്കിംഗ് അല്ല, വർക്കിംഗ് വാന്നായിപ്പോഴത്തെ വർക്കിംഗ്. ഐ വാസ് വർക്കിംഗ് at that time, അല്ലെങ്കിൽ at that time I was working. രണ്ട് രീതിയിലും പറയാം. ഒന്ന് പറഞ്ഞു നോക്കിയേ. I was working at that time. At that time. Not timer, but time. Okay, very good. Okay. ആ സമയത്ത് ഞാൻ സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മളെ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുന്ന സമയത്താണ് ആ ഒരു സംഭവം അവിടെ നടന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ സംസാരിക്കുകയായിരുന്നു എന്നാണ് പറയേണ്ടത്. എങ്ങനെ പറയും അഭിനവാണ് പറയേണ്ടത്. ആ സമയത്ത് ഞാൻ സംസാരിക്കുകയായിരുന്നു. യെസ്. I was speaking at that time. I was speaking അല്ലെങ്കിൽ I was talking. ഈ സ്പീക്കിംഗ് എപ്പോഴും എന്താ പറയുക, കുറച്ചും കൂടി ഫോർമലായിട്ട് ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്രസംഗം ഇങ്ങനെയുള്ള സംഭവത്തിനൊക്കെ പോകുന്ന സമയത്താണ് സ്പീക്കിംഗ് കുറച്ചുകൂടി നല്ലത്. ഇവിടെ അല്ലാതെ സംസാരിക്കുന്നതൊക്കെ ടോക്കിംഗ് മതി. ഓക്കെ, അപ്പോൾ എങ്ങനെ പറയും? I was talking at that time. I was talking at that time. Okay. ഞാൻ ക്ലീൻ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ക്ലീൻ ചെയ്യുകയായിരുന്നു എന്നാണ് പറയേണ്ടത്.
കേട്ടിരിക്കുന്ന ആൾക്കാർ അവർക്ക് പറഞ്ഞു നോക്കുക. എന്താ പറയുക? ഞാൻ ക്ലീൻ ചെയ്യുകയായിരുന്നു. എങ്ങനെ പറയും അജയ്? I was cleaning at that time. യെസ്, ഐ വാസ് ക്ലീനിങ് അറ്റ് ദാറ്റ് ടൈം. ഐ വാസ് ക്ലീനിങ് അറ്റ് ദാറ്റ് ടൈം. റൈറ്റ്. ഓക്കെ, സാറേ, പറഞ്ഞോളൂ. അങ്ങനെ വരുമ്പോൾ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവോ? ക്ലീനിങ് എന്നല്ലേ പറയുന്നുള്ളൂ, എന്താണെന്നുള്ളത്? അതെ, അതാണ് നമ്മൾ ഇനി ഇതിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ ഈ പറഞ്ഞ ഇതൊക്കെ നമ്മുടെ അസംബിൾ ചെയ്യാനുള്ള മെറ്റീരിയലാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു ടി വി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ക്രീൻ മാത്രം മതിയോ? അല്ല, ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻ മാത്രം പോരാ, അതിൻ്റെ കൂടെ എല്ലാ സാധനങ്ങളും, അതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങൾ വേണ്ടേ? ഹാർഡ് ഡിസ്ക് വേണം, അതുപോലെ നമുക്ക് സ്ക്രീൻ വേണം, ഇങ്ങനെ എല്ലാ സംഭവം കൂടി, മൗസ് വേണം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴല്ലേ ആ സംഭവം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം ഇങ്ങനെ മുറിച്ച് വെച്ചതാണ് ഇപ്പോൾ നമ്മൾ. ഇപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ എന്ത് ചെയ്യാണ്? ഓരോന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം സംഭരിച്ച് വെച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ വെച്ച് അങ്ങ് അസംബിൾ ചെയ്യും, ജോയിൻ ചെയ്യും. അപ്പോൾ ഒരു ഐഡിയ വരും. ഓക്കെ സർ. അതിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ഫോൺ വരുമ്പോൾ നമ്മൾ ആ ഫോൺ തിരിച്ച് വിളിച്ചു എന്ന് പറയില്ലേ? എനിക്കൊരു ഫോൺ വന്നു, ഞാൻ തിരിച്ച് വിളിച്ചു. അപ്പോൾ ആ തിരിച്ച് വിളിച്ചു എന്നുള്ളതിന് കോൾ ബാക്ക് അല്ല, കോൾഡ് ബാക്ക് എന്ന് പറയണം. ഞാൻ തിരിച്ച് വിളിക്കുക എന്നാണ് കോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ. ഒന്ന് കോൾ ബാക്ക് ചെയ്യാവുന്ന ഒരാൾ നമ്മളോട് ചോദിച്ചാൽ ഒന്ന് തിരിച്ച് വിളിക്കാവോ എന്നാണ്. എന്നാൽ ഐ കോൾഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് വിളിച്ചു എന്നാണ്. ഓക്കെ, ഞാൻ പുറത്ത് വിളിച്ചു എന്നല്ല, എന്താ പറയുക? തിരിച്ച് വിളിച്ചു. നമ്മുടെ ഫോണിലൊരു കോൾ വന്നു, ആ കോൾ നമ്മൾ തിരിച്ച് വിളിച്ചു. അതാണ് ഐ കോൾഡ് ബാക്ക്. ഓക്കെ, ഇനി ഇതിന് വേറൊരു എളുപ്പവഴിയുണ്ട്. ഐ റിട്ടേൺഡ് ദ കോൾ. റിട്ടേൺഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തിരിച്ച്. ഐ റിട്ടേൺഡ് ഹോം നമ്മൾ പഠിച്ചിട്ടില്ല ഇഷ്ടം പോലെ. വീട്ടിലേക്ക് പോവുക. അതാണ്, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിനാണ് ഐ റിട്ടേൺഡ് ഹോം എന്ന് പറയുന്നത്, അല്ലേ? തിരിച്ച് വീട്ടിലേക്ക് പോകും. ഇവിടെ അപ്പോൾ ഫോൺ തിരിച്ച് വിളിക്കുന്നതിന് നമ്മളിവിടെ എന്ത് ഉപയോഗിക്കും? ഐ റിട്ടേൺഡ് ദ കോൾ. എന്ത് പറയും? യെസ്. അപ്പം അങ്ങനെ ഇവിടെ ഉപയോഗിക്കാം. ഐ റിട്ടേൺഡ് ദ കോൾ എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെ രീതി പറയാം? ഐ കോൾഡ് ബാക്ക്. വെരി ഗുഡ്. അഭിനവ് എന്ന് പറയും? I called back and returned call. യെസ്. പിന്നെ കുറേ വ്യത്യാസത്തിൽ നമുക്ക് പറയാം. ഐ റിട്ടേൺ ദ കോൾ വേണം കേട്ടോ. ഐ റിട്ടേൺ ദ കോൾ. അതാ അവിടെ ഉണ്ട്. നമ്മൾ പറയുമ്പോൾ ഐ റിട്ടേൺ ദ കോൾ എന്ന് പറയുമ്പോൾ അത് അവിടെ ഇല്ലാന്ന് തോന്നും, പക്ഷേ അവിടെ ഉണ്ട്. റിട്ടേൺ ദ കോൾ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആയിട്ട് നിങ്ങളതിൽ മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ഒരു മനസ്സിലായല്ലോ സംഭവം? ഐ കോൾഡ് ബാക്ക്. ലൈറ്റർ ഐ കോൾഡ് ബാക്ക്, അല്ലെങ്കിൽ യെസ് ഐ റിട്ടേൺ ദ കോൾ. അങ്ങനെ പറയാം നമുക്ക്, തിരിച്ചു വിളിച്ചു എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അതിൽ വന്നൊരു ചോദ്യങ്ങൾ ഡിഡ് ഉപയോഗിച്ച്. ഡിഡ് എങ്ങനെ ഉച്ചരിക്കുക അജയ്ക്ക് ഓർമ്മയുണ്ടോ? എങ്ങനെ പറയാ? ഡിജിയു അല്ലെങ്കിൽ ജിജിയു അല്ലെങ്കിൽ ഡിജിയു. എങ്ങനെ പറയും? ഡിജിയു അല്ലെങ്കിൽ ഡിജിയു അല്ലെങ്കിൽ ജിജിയു. രണ്ട് ജാ വെച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ജാ വെച്ചിട്ട് പറയാം. ഡിജിയു അല്ലെങ്കിൽ ജിജിയു. ഓക്കെ. ഇപ്പം നമ്മൾ ചോദിക്കുകയാണ്, നമുക്കൊരാളിപ്പോൾ ക്യാഷ് അടയ്ക്കാനുണ്ട്. നമ്മൾ ആരെങ്കിലും പൈസ വാങ്ങിപ്പോയി, അപ്പോൾ നമുക്ക് തിരിച്ച് ആ പൈസ തന്നിട്ട് അയാൾ നമ്മളോട് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഞാൻ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ നോക്കി. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയാൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡിഡ് നമുക്കറിയാലോ, ഡിഡ് യു ചെക്ക് യുവർ ബാങ്ക് അക്കൗണ്ട്? ഡിഡ് യു ചെക്ക് യുവർ ബാങ്ക് അക്കൗണ്ട്? അല്ലെങ്കിൽ ഡിഡ് യു ചെക്ക് യുവർ ബാങ്ക് അക്കൗണ്ട്? ഡിഡ് യു ചെക്ക് യുവർ ബാങ്ക് അക്കൗണ്ട്? അല്ലെങ്കിൽ ഡിഡ് യു ചെക്ക് യുവർ ബാങ്ക് അക്കൗണ്ട്? എങ്ങനെ പറയും? Did you check your bank account? Right. Okay. ഒന്ന് അജയ് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞേ. Did you check your bank account? Very good. അഭിനവ് എന്ന് പറഞ്ഞേ. Did you check your bank account? Yes. Did you check your bank account? Yes. സ്വാഭാവികമായിട്ട് ഇത് വേറെ ഏതെങ്കിലും രീതി ചോദിക്കാൻ പറ്റുമോ? ഇപ്പം നമുക്ക് പലപ്പോഴും ഇതിന് ആവശ്യമായിട്ട് വരുന്ന സംഭവമാണ്. ഇപ്പം നമ്മൾ ഫോണിൽ അതാ പൈസ അയച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ അയച്ചില്ല, ഒന്ന് ചെക്ക് ചെയ്തേ, നീ ആ ബാങ്കിലെ അക്കൗണ്ടിൽ നോക്കിയില്ല, ഞാൻ അയച്ചിട്ടുണ്ട്, ഞാൻ എത്ര നേരം അയച്ചിട്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ചോദിക്കേണ്ടി വരില്ലേ, നീ ബാങ്ക് അക്കൗണ്ട് നോക്കിയോന്ന് ചോദിക്കില്ലേ? അപ്പോൾ അവിടെ ഡിഡ് യു ചെക്ക് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡിജിന് പറയായിട്ട് വേണം ഉപയോഗിക്കുന്ന വേറൊന്നാണ് ഹാവ് യു. ഹാവ് HAVE, ഹാവ് യു ചെക്ക്ഡ്. ഹാവ് യു വരുമ്പോൾ ചെക്ക് പറഞ്ഞാൽ പോരാ, ചെക്കിന് വേണം. ഹാവ് യു ചെക്ക്ഡ്, നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ? എന്ത്? യുവർ ബാങ്ക് അക്കൗണ്ട്. ഹാവ് യു ചെക്ക്ഡ് യുവർ ബാങ്ക് അക്കൗണ്ട്? എങ്ങനെ പറയും? Have you checked your bank account? Very good. Have you checked your bank account? Okay.
ഹാവ് യു ചെക്ക്ഡ് യുവർ ബാങ്ക് അക്കൗണ്ട്? യെസ്, കേട്ടോ. അപ്പോൾ ഈ രണ്ട് പല രീതിയിലും പറയാം, ഒരുപാട് രീതികളിൽ പറയാം, വ്യത്യസ്തമായ രീതികൾ ഈ സംഭവം പറയാവുന്നതാണ്. പക്ഷെ നമുക്കിവിടെ കുറച്ചുകൂടി എളുപ്പത്തിലും ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഐഡിയ എന്താണോ അതാണ് നമ്മളിവിടെ പറഞ്ഞു വന്നത്. ഓക്കെ, ഇനി അടുത്തത് ഹൗ യു ചെക്ക് യുവർ ബാങ്ക് അക്കൗണ്ട്. ദെൻ ഇതേപോലെ നമുക്ക് ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്, ഞാൻ നിങ്ങൾക്കൊരു 10,000 രൂപ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾ പറയാണ് ഇന്ന് രാവിലെ ഞാനൊരു 10,000 രൂപ അയച്ചിട്ടുണ്ട്, അല്ലെ പറയാണ് ഇന്ന് വൈകുന്നേരം ഞാൻ നിങ്ങൾക്കൊരു 5,000 റുപ്പീസ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് പലപ്പോഴും പറയേണ്ടി വരില്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു 10,000 രൂപ ബാങ്കിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് എങ്ങനെയാണ് പറയുക? അപ്പോൾ ഇന്ന് രാവിലെ എന്നുള്ളത് എന്ത് പറയും? ദിസ് മോർണിംഗ് അല്ലെങ്കിൽ ടുഡേ മോർണിംഗ്. ദിസ് മോർണിംഗ് ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ ദിസ് മോർണിംഗ് പിന്നെ ഞാൻ അയച്ചിട്ടുണ്ടെന്ന് എന്ത് പറയും? I sent. സെൻഡ് എന്ന് പറയാം. അതിനേക്കാളും കുറച്ചുകൂടി ശരിക്കും നല്ലത് ഈ ഗൂഗിൾ പേ ഒക്കെ ആണെങ്കിൽ സെൻഡ് ഇറ്റ് എന്ന് വേണേൽ പറയാൻ വേണേ ഗൂഗിൾ പേക്കൊക്കെ. എന്നാൽ ഇവിടെ കുറച്ചുകൂടി നല്ലതെന്ന് വെച്ചാൽ ഐ ട്രാൻസ്ഫേർഡ്. ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയില്ലേ? ഓക്കെ, അതാണ് കറക്റ്റായിട്ടുള്ള വേർഡ്. അതായത് ബാങ്കിൽ നിന്ന് ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്നതിന് പറയുന്ന പേരാണ് ഐ ട്രാൻസ്ഫേർഡ്. എന്ത് പറയും? ഐ ട്രാൻസ്ഫേർഡ് 10,000 ടു യുവർ ബാങ്ക് അക്കൗണ്ട്. സിമ്പിളാണ്. ടുഡേ മോർണിംഗ് അല്ലെങ്കിൽ ദിസ് മോർണിംഗ്. ടുഡേ മോർണിംഗ് ഓർ ദിസ് മോർണിംഗ്. ഓക്കെ, ദിസ് മോർണിംഗ് ഐ ട്രാൻസ്ഫേർഡ് 10,000 to your bank account. ഒന്ന് പറഞ്ഞു നോക്കൂ. This morning I transferred 10,000 rupees into your bank account. Yes, അതാണ്. This morning I transferred 10,000 to your bank account. ഒന്ന് പറഞ്ഞു നോക്കേ അജയ്. This morning I transferred 10,000. It's okay, don't worry. തെറ്റിപ്പോകാൻ സ്വാഭാവികം കേട്ടോ. This morning I transferred 10,000 rupees to your bank account. Yes, this morning I transferred 10,000 to your bank account. ഈ ഓഡിയോ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇത് പറയുമ്പോൾ അതൊക്കെ സിമ്പിളല്ല, ഇപ്പോൾ നമ്മൾ നോക്കാനുണ്ടോയെന്ന്. ഇതിൻ്റെ ഉത്തരം പറയാന്നുള്ളതല്ല, കറക്റ്റ് കൃത്യമായ വേഗതയിലും സ്പീഡിലും പറയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പലരും പറയാറുണ്ട് ഇംഗ്ലീഷൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ഫ്ലുവൻ്റ് ആക്കാനേ ഉള്ളത്, പിന്നീട് ശരിയാവുക. അങ്ങനെ ഒരു സംഭവം അല്ലെ. ഫ്ലുവൻസി എന്ന് പറയുന്നത് നമ്മൾ നിരന്തരമായ ഒരു കാര്യം ഉപയോഗിക്കുന്ന രീതിക്ക് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ കിട്ടാൻ കുറച്ച് പണിയാണ് സാർ. കിട്ടാൻ കുറച്ച് തീർച്ചയായിട്ടും വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഐ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഐ, പിന്നെ ഐ വെന്റ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒന്നാമത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഇട്ടേ. അപ്പോൾ അതേപോലെ ഈ ആദ്യം നമ്മളൊരു വാക്ക് പറയും, ആ രണ്ടാമത്തെ വാക്കാക്കാം, മൂന്നാമത്തെ വാക്കാക്കാം, അങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഒരു സെൻറ്റൻസ് പൂർണ്ണമായിട്ട് പറയുന്ന രീതിയിലേക്ക് മാറ്റാം. എനിക്ക് മനസ്സിലാവും, അത് ഒരുപാട് ആളുടെ വിഷയം തന്നെയാണ്. അപ്പോൾ ടുഡേ അല്ലെങ്കിൽ ദിസ് മോർണിംഗ്, അപ്പോൾ അത് നമുക്ക് വേണം അവിടെ ഒന്ന് മുറിക്കാം. ദിസ് മോർണിംഗ് ഐ ട്രാൻസ്ഫർ 10,000 ടു യുവർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞു വയ്ക്കേ അജയ്. ദിസ് മോർണിംഗ് ഐ ട്രാൻസ്ഫർ 10,000 ടു യുവർ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, കറക്റ്റ്, എക്സലൻറ്റ്. ഓക്കെ, നന്നായിട്ടുണ്ട്. ഒന്ന് അതുപോലെ ഒന്ന് അഭിനവ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ദിസ് മോർണിംഗ് ഐ ട്രാൻസ്ഫർഡ് 10,000 rupees into your bank account. To your bank account. ഓക്കെ, അജയ് പറഞ്ഞതും ടു അല്ലായിരുന്നു? അതെ, ടു യുവർ ബാങ്ക് അക്കൗണ്ട് കേട്ടോ. ഓക്കെ, യെസ്. ഇനി വേറെ രീതിയിൽ ഇത് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് പ്രത്യേകം ഓർക്കുക, നമ്മൾ മലയാളത്തിൽ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന സമയത്ത് ആ ആശയം കിട്ടുന്ന രീതിയിൽ ഒരുപാട് രീതികളിൽ പറയാം. ഇപ്പോൾ പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്, സാർ ഇത് ഈ സെൻറ്റൻസ് ഇങ്ങനെ പറഞ്ഞൂടെ? തീർച്ചയായിട്ടും പറയാം, പല രീതിയിൽ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെൻറ്റൻസുകൾ പറയാം. ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ പറയുന്ന സമയത്ത് അതിൻ്റെ ഏകദേശം അതിൻ്റെ ഉച്ചാരണം കറക്റ്റ് ആവാനും സെൻറ്റൻസ് ആയിട്ടുമാണ് പറയുന്നത് നോക്കുക. ഓക്കെ, ആ ഒരു സംഭവം മാത്രമേ നമ്മൾ നോക്കേണ്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ 10,000 rupees ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ഇത്തിരിയും കൂടി വ്യത്യസ്തമായ രീതിയിൽ പറയുന്ന ഒരു സംഭവം കൂടി നമുക്ക് നോക്കാം. ഐ ഹാവ് ഡിപ്പോസിറ്റഡ് 10,000 into your bank account this morning. നമ്മൾ പറയാറില്ലേ പണം നിക്ഷേപിക്കാന്നല്ലേ പറയാ? അപ്പോൾ അങ്ങനെ ആ നിക്ഷേപിച്ചു എന്നുള്ള അർത്ഥത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഞാൻ പൈസ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറയില്ല, ആ നിക്ഷേപിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ഐ ഹാവ് ഡിപ്പോസിറ്റഡ്. ഐ ഹാവ് ഡെപ്പോസിറ്റ് അല്ല, ഡിപ്പോസിറ്റ് എന്ത് പറയും? ഡിപ്പോസിറ്റ്. യെസ്, ഐ ഹാവ്. ഐ ഹാവ് അല്ല, ഹാവ് അല്ല, ലവ് അല്ല, ലവ് ഹാവ്. ഒരു ഫു എന്നൊരു സംഭവം അതിനകത്തുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ എങ്ങനെ പറയും?
ഐ ഹാവ് ഡിപ്പോസിറ്റഡ്. അപ്പം വളരെ സിമ്പിളാണ്. ഐ ഹാവ് ഡിപ്പോസിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ നിക്ഷേപിച്ചു. ആ, എത്ര? 10,000 rupees. 10,000 rupees. I have deposited 10,000 rupees. എവിടെയാണ്? Into your bank account. ആ, അതാണ് into your bank account. അത് ശ്രദ്ധിക്കണം, മാറിപ്പോകരുത്. into your bank account എന്നാണ് പറയേണ്ടത്. Okay. ഓക്കെ. യെസ്. ഇനി വേറെ രീതിയിൽ എങ്ങനെയും പറയാൻ പറ്റുമോ? ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വേണേൽ പറയാം. സിമ്പിളായിട്ടൊരു കാഷ്വൽ ടോക്കാണെങ്കിൽ പറയാം. നേരത്തെ നിങ്ങൾ പറഞ്ഞ അതേ സ്റ്റൈലിൽ പറയണം. ഐ സെൻഡ് 10,000 rupees to your bank account. നേരത്തെ പറഞ്ഞില്ലായിരുന്നു? അങ്ങനെയല്ലേ എന്ന് പറഞ്ഞേ? അതെ. ആ, അപ്പോൾ അയച്ചു എന്നുള്ള രീതിയിൽ ഐ സെൻഡ് ഡിഡ് യു ചെക്ക് ദാറ്റ് ഐ സെൻഡ് 10,000 rupees to your bank account. സാർ, ആ ഫോർവേഡ് എന്ന് പറയാൻ പറ്റുമോ? ആ നമ്മളിത് ഫോർവേഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരു ലെറ്റർ അല്ലെങ്കിൽ ഇതൊക്കെ അല്ലെങ്കിൽ മെയിൽ. ഇപ്പോൾ ഉദാഹരണമായിട്ട് അജയ് എന്നോട് പറയാണ്, സാർ ഇതൊന്ന് അഭിനവിന് സാറൊന്ന് ചെക്ക് ചെയ്തിട്ട് അഭിനവിന് കൊടുക്കണ്ടോ എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ കുഴപ്പമില്ല, ഞാൻ ഫോർവേഡ് ചെയ്യാമെന്ന് പറയാം. മനസ്സിലായോ? അവിടെയാണ് അത് കുറച്ചുകൂടി നല്ലത്. ഈ പണം എപ്പോഴും അടയ്ക്കുന്നതിന് റെമിറ്റ് ചെയ്യുക, നിക്ഷേപിക്കുന്നതിന് എന്താ പറയുക ഡിപ്പോസിറ്റ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇനിയും കുറച്ച് ഒന്നിട്ട് കാര്യം കൂടി പറയാണ്ട് ഞാനിപ്പോൾ തൊട്ടടുത്ത് തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ വേണ്ട? ഏറ്റവും നല്ലതാണ് ഡിപ്പോസിറ്റഡ്. റൈറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ എങ്ങനെ പറയാം? ഒന്ന് പറഞ്ഞേക്കേ. I have deposited 10,000 rupees into your bank account. ഒന്നും പറഞ്ഞത് ക്ലിയർ ആയില്ല, ഒന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ട്. I have deposited 10,000 rupees in your bank account. Into your bank account. Into your bank account. അപ്പോൾ ഇന്ന് രാവിലെ നിക്ഷേപിച്ചതാണെങ്കിലോ? This morning I have deposited 10,000 rupees into your bank account. Yes, correct. Very good. Excellent. Okay. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇങ്ങനൊരു പൈസ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ക്രെഡിറ്റ് ആയി നമ്മൾ ചോദിക്കണ്ടേ? അത് അക്കൗണ്ടിൽ വന്നോ പൈസ നമ്മൾ ചോദിക്കുമോ? ചോദിക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും, ആ അക്കൗണ്ടിൽ പൈസ വന്നോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഒക്കെ പണം അയച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന എറേഴ്സ് വരികയാണെങ്കിൽ ആ പണം നമ്മുടെ അടുത്ത് നിന്ന് തൽക്കാലം പോവും, അവിടെ എത്തൂല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് 15 ദിവസം 20 ദിവസം കഴിഞ്ഞിട്ട് അതിനെ തിരിച്ചു കിട്ടും അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പൈസ അവിടെ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി, ആ പണം എത്തിയോ എന്നറിയാൻ വേണ്ടി ചോദിക്കുന്ന രീതിയാണ്. ഓക്കെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ചോദിക്കാം എന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ, അതായത് എന്താ പറയുക, ഇന്ന് രാവിലെ ഞാനിത് ബാങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തു, നിങ്ങൾ എനിക്ക് പൈസ അയച്ചു, പക്ഷേ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അത് വന്നായിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ പറയാണ്, ഇന്ന് രാവിലെ എൻ്റെ അക്കൗണ്ടിൽ അത് വന്നിട്ടില്ല. അങ്ങനെ കൊണ്ടുവരില്ലേ? എങ്ങനെയായിരിക്കും പറയാം? ഇന്ന് രാവിലെ അല്ല ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് രാവിലെ ഞാൻ അക്കൗണ്ട് ചെക്ക് ചെയ്തു, അക്കൗണ്ട് ഞാൻ നോക്കില്ല, അയ്യോ ഞാൻ അക്കൗണ്ട് ചെക്ക് ചെയ്തില്ലല്ലോ, അങ്ങനെ പറയില്ല നമ്മൾ. അപ്പോൾ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഇന്ന് രാവിലെ എന്നുള്ളത് എന്താ പറയാ? ദിസ് മോർണിംഗ് I didn't check my bank account. സിമ്പിൾ അല്ലേ? എന്താ പറയും? I didn't check my bank account. Very good. This morning I didn't check my bank account. ഇനി ഇത് വേറെ രീതിയിൽ എങ്ങനെ പറയാന്ന് ചോദിച്ചാൽ, I didn't look at, ഉണ്ടോ? ലുക്ക് അറ്റ് എന്ന് പറഞ്ഞാൽ നോക്കുക എന്നുള്ള അർത്ഥമല്ലേ? ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കാനല്ലേ? അപ്പോൾ I didn't look at my bank account this morning. സിമ്പിളാണ്. I didn't look at. ലുക്ക് അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? നോക്കുക. യെസ്. അപ്പോൾ അങ്ങനെ പറയും, I didn't look at my bank account. Yes, I didn't look at my bank account. Okay? Yes. ഇനി വേറൊരു അടുത്ത പ്രധാനപ്പെട്ട ഒരു നിങ്ങൾക്ക് വരാൻ ഭാവിയിൽ ഒരു സംശയമുള്ള കാര്യമായിരിക്കും. 10,000 rupees ഞാൻ കഴിഞ്ഞ ആഴ്ച അവന് കടമായി കൊടുക്കാന്ന് പറയില്ലേ? കടം കൊടുക്കാന്ന് പറയില്ലേ? ഈ കടം കൊടുക്കുക എന്ന് പറയുന്നതിന് എപ്പോഴും സാധാരണ ഇതിൽ നമ്മൾ പറയുന്ന വേർഡാണ്, പക്ഷെ നമ്മൾ പലരും തെറ്റിക്കുന്ന ഒരു വേർഡാണ്. അത് കറക്റ്റായിട്ട് നമ്മൾ പറയേണ്ടതുണ്ട്. അത് ലെൻഡാണ്. പണം കടം കൊടുക്കുന്നതിന് എന്താ പറയുക? ലെൻഡ്. മണി ലെൻഡേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പലിശക്കാർ കേട്ടിട്ടുണ്ട്. പണം പലിശയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകുന്ന ആൾക്കാരല്ലേ, അതിനാണ് പറയാ. എന്ത് പറയും? ലെൻഡ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. LENT ആണോ D ആണോ? ലെൻഡ്. LEND ലെൻഡ് എന്ന് പറഞ്ഞാൽ പണം കടം കൊടുക്കുക. LENT ലെൻഡ് എന്ന് പറഞ്ഞാൽ പണം കടം കൊടുത്തു. ഓക്കെ. ആ ഒരു വ്യത്യാസം എന്നത് പറയും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ അവന് 10,000 rupees കൊടുത്തു. അതാണല്ലോ നമ്മൾ പറയേണ്ട കാര്യം. കഴിഞ്ഞ ആഴ്ച ഞാൻ അവന് എത്ര കൊടുത്തേ? 10,000 rupees. 10,000 rupees കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്ത് പറയും?
Last week ലാസ്റ്റ് വീക്ക് പറഞ്ഞു നോക്കൂ. I lent him ഐ ലെൻഡ് ഹിം, അവന്. അത് ശ്രദ്ധിക്കണം. ഞാൻ പലരും എങ്ങനെയാ വെച്ചാൽ പലപ്പോഴും ആദ്യമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ എഴുതുന്ന ഒരു കൺഫ്യൂഷൻ എങ്ങനെയാ വെച്ചാൽ ഐ ലെൻഡ് ഹിം എന്നുള്ളത് എവിടെയാണ് ആ ഹിം വരേണ്ടതെന്ന് അറിയില്ല. ഓക്കെ, ലാസ്റ്റ് വീക്ക് ഹിം ഞാൻ അവന് കൊടുത്തു പറയുമ്പോൾ ലാസ്റ്റ് വീക്ക് ഹിം എന്നായി പോകാൻ പാടില്ല. അപ്പോൾ ലാസ്റ്റ് വീക്ക് ഐ ലെൻഡ് ഹിം. എത്ര കൊടുത്തത്? 10,000 rupees. യെസ്, ഐ ലെൻഡ് ഹിം 10,000 rupees. സാർ ലാസ്റ്റ് വീക്ക് അവന് കടം കൊടുത്തു എന്ന് പറയുമ്പോൾ അല്ലേ ലെൻഡ് ആഡ് ചെയ്യേണ്ടത്? അതെ. പണം കൊടുത്തു എന്ന് പറയുമ്പം ലെൻഡ് ആവശ്യമുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കണം. പണം എങ്ങനെയാണ് കൊടുത്തത്? കടമായിട്ട്. കടമായിട്ടാണ് കൊടുത്തത് ഇവിടെ. മനസ്സിലായോ? ഓക്കെ, അതാണ് കടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. കടം കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു വേർഡാണ്. അതേസമയം ഞാൻ പറയാണ് the last week I gave Mr. Abhinav 10,000 rupees എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുത്തല്ല. ഓക്കെ, പൈസ വന്നു കൊടുത്തു. ഓക്കെ, ഓക്കെ, ഒരു രസത്തിന് കൊടുക്കട്ടെ, അഭിനവ് നന്നായിക്കോട്ടെ ചോദിച്ചാൽ തരുന്നതാണ്. ഓക്കെ, ഓക്കെ. ലാസ്റ്റ് വീക്ക് ഐ ലെൻഡ് ഹിം 10,000 rupees. ഇനി കടം കൊടുക്കുക എന്ന് പറയുന്നതും കടം വാങ്ങുക എന്ന് പറയുന്നതും രണ്ട് വേർഡാണ്. ഇത് പലപ്പോഴും ആളുകൾ തെറ്റായി പറയും. കടം കൊടുക്കുന്നത് ലെൻഡും കടം വാങ്ങുന്നത് ബോറോയുമാണ്. BORROW, ബോറോ. ബോറോ എന്ന് പറഞ്ഞാൽ പണം കടം വാങ്ങുക എന്നാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഇത് രണ്ടും ഒറ്റ വീട് പോരെ? രണ്ട് വ്യത്യാസമുണ്ടോ? വ്യത്യാസം ഉണ്ടല്ലോ. എന്താ വ്യത്യാസം? ഒരാൾ കൊടുക്കുകയും മറ്റൊരാൾ വാങ്ങുകയല്ലേ. അതാണ്. അപ്പോൾ ഇത് രണ്ടും രണ്ടാൾക്കാരാണ് അല്ലേ, ഒരു ടീമല്ലല്ലോ. അതെ. പണം കടം കൊടുക്കുന്ന ഒരാൾ വേറെയാണ്. ബാങ്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് പണം ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അതേസമയം നമ്മൾ ആളുകൾ പോയിട്ട് പണം അവിടുന്ന് കടം വാങ്ങുകയാണ് ചെയ്യുക. അതിന് ബോറോ, BORROW, ബോറോ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ അവനോട് കടം വാങ്ങി എന്ന് പറയുകയാണെങ്കിൽ അവിടെ ബോറോ ഉപയോഗിക്കണം. ഐ ബോറോഡ് 10,000 rupees ഫ്രം ഹിം. ഓക്കെ, അതാണ് സംഭവം. ഇനി ഇതിൽ തന്നെ ഇനി നമുക്കറിയാവുന്നൊരു വേർഡ്, ഇപ്പം സിമ്പിളായൊരു വേർഡ് എന്ന് പറഞ്ഞാൽ പിന്നെയുള്ളത് ലോണാണ്. ലോൺ, LOAN, ലോൺ. ലോണില്ലേ നമ്മൾ ലോൺ അടയ്ക്കുക എന്ന് കേട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അപ്പം അത് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്ത് പറയും? ലോൺ എങ്ങനെ പറയും? ഞാൻ കടം വാങ്ങി എന്നുള്ളതിന് ബോറോ. ഐ ബോറോഡ് എന്ന് പറയും. I borrowed 10,000 rupees from him. Yes, I borrowed 10,000 rupees from him. ഞാൻ കുറച്ച് സ്ലോയിലാണ് പറഞ്ഞു പോകുന്നത്. അത് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒന്നും കൂടി ഒന്ന് സിമ്പിളായി പറയണമെന്ന് കുറച്ച് ആൾക്കാർ എന്നോട് പേഴ്സണലി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് കുറച്ച് സിമ്പിളായിട്ട് എടുക്കുന്നതും കുറച്ച് സ്ലോയിൽ പറഞ്ഞു പോകുന്നത്. കാരണം നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് പറയാനുള്ള ഒരു ഗ്യാപ്പ് കൂടിയാണ് കേട്ടോ. ഓക്കെ, അതിലേക്കും അഭിനവനും അതേപോലെ തന്നെ ആലോചിച്ച് പറയാനുള്ളൊരു സമയം കൂടിയുണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത കടം വാങ്ങി എന്നുള്ളതിനെ കടം കൊടുക്കുന്നതിൻ്റെ അടുത്ത വേർഡാണ് ലോൺ. കഴിഞ്ഞ ആഴ്ച ഞാൻ അവന് 10,000 രൂപ ലോണായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എങ്ങനെ പറയും? ലാസ്റ്റ് വീക്ക് ഐ ലോൺഡ്. എങ്ങനെ പറയും? ഐ ലോൺഡ് ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവന് കടം കൊടുത്തു എന്നാ. അപ്പോൾ ബോറോ, ഈ ലെൻഡിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു വേർഡാണ് ലോൺ. ബോറോ എന്ന് പറഞ്ഞാൽ കടം വാങ്ങുകയാണ്. മാറിപ്പോയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. ബോറോ എന്ന് പറഞ്ഞാൽ കടം വാങ്ങുകയാണ്, കടം കൊടുക്കുന്ന ലെൻഡാണ്. രണ്ടാമത്തെ വേർഡാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലോൺ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം ലാസ്റ്റ് വീക്ക് ഐ ലോൺഡ് ഹിം. ഞാൻ അവന് കടം കൊടുത്തു. എത്ര രൂപ? 10,000 rupees. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. പലർക്കും ഈ സംഭവത്തിൽ ഒരു കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ളത് കൊണ്ടുകൂടിയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി നമ്മുടെ അക്കൗണ്ടിൽ ആ പണം ക്രെഡിറ്റ് ആയോ എന്ന് നമ്മൾ ചോദിച്ചു. അപ്പോൾ നമ്മൾ പറയണം ആ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, പൈസ വന്നിട്ടുണ്ട് കേട്ടോ, അക്കൗണ്ടിൽ ഓക്കെ ആയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ അക്കൗണ്ടിൽ ആ പണം വന്നിട്ടുണ്ട് എന്ന് പറയുന്നതിന് നമ്മൾ ഈ വരുന്നൊരു സംഭവം നമ്മൾ നോർമലി ഉപയോഗിക്കുന്നൊരു വേർഡ് തന്നെയാണ്. അത് ക്രെഡിറ്റഡ് എന്ന് പറയും. ക്രെഡിറ്റ് ആവുക എന്ന് പറയല്ലോ. ക്രെഡിറ്റ് ആവുക എന്നുള്ളത് ക്രെഡിറ്റഡ്. ഓക്കെ, ദ എമൗണ്ട് ഹാഡ് ബീൻ ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നാണ്. ഹാഡ് ബീൻ ആണ്. ക്രെഡിറ്റ് ആയില്ല എന്നാണെങ്കിൽ ദ എമൗണ്ട് ഹാഡിൻറ്റ് ബീൻ ക്രെഡിറ്റഡ് ടു മൈ അക്കൗണ്ട്. കുറച്ച് ശ്രദ്ധിക്കണം, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ പേടിക്കേണ്ട, ഇത് നമുക്ക് വീണ്ടും എടുക്കാനുള്ള ഒരു സംഭവമാണ് ഈ ഹാഡ്. അപ്പോൾ അതുകൊണ്ട്
ഇവിടെ നമുക്കത് വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ദ എമൗണ്ട് ഹാഡിൻറ്റ് ബീൻ ക്രെഡിറ്റഡ് ടു മൈ അക്കൗണ്ട്. പറഞ്ഞു നോക്കിയേ. The amount hadn't been credited to my account. ഹാഡിൻ ബീൻ ആണ്. ഹാഡിൻ ബീൻ Been. BWN ബീൻ. The amount hadn't been credited to my account. Yes, very good. The amount hadn't been credited to my account. ഇനി ഈ ക്രെഡിറ്റഡ് മാറ്റി വേണേൽ അവിടെ ഉപയോഗിക്കാം, ഡിപ്പോസിറ്റഡ് ഉപയോഗിക്കാം. ഡിപ്പോസിറ്റ് പോരാൻ ഡിപ്പോസിറ്റഡ് വേണം, ക്രെഡിറ്റ് പോരാൻ ക്രെഡിറ്റഡ് എന്ന് വേണം. The amount hadn't been deposited into my account. എങ്ങനെ പറയും അഭിനവേ? The amount hadn't been deposited into my account. Yes, the amount hadn't been deposited into my account. Sir, yes. അവിടെ into my എന്ന് വേണം, to my മതിയോ? പോരാ, ഇവിടെ നമുക്ക് into ഉപയോഗിക്കാം. ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. into my account. Okay, right. ഇനി നമുക്കതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അല്പസമയം കാത്തു നിന്നു. നമ്മൾ മുമ്പ് പഠിച്ചൊരു സെൻറ്റൻസ് ആണ് ഫോർ എ വൈൽ. ഒരു ഓർമ്മയുണ്ടോ? ഫോർ എ വൈൽ, അല്പസമയം. Yes sir, ഉണ്ടോ? അല്പസമയം നമ്മൾ കാത്തിരുന്നു. ഐ വെയിറ്റഡ് ഫോർ എ വൈൽ. ഓർമ്മയുണ്ടോ? നമ്മൾ ബസ്സൊക്കെ കാത്തു നിന്നപ്പോൾ എന്തെങ്ങനെയാണ് പറഞ്ഞത് അജയ്? I waited for a while. I waited for a while അല്ലേ? ഇത് നമുക്ക് പല സ്ഥലത്തും നമുക്ക് ആവശ്യം വരും. അപ്പോൾ നമ്മൾ എന്താ പറയുക, എങ്ങനെ വേണമെങ്കിൽ പറയാം, നമ്മൾ കുറച്ച് നേരം ഒരാളോട് സംസാരിച്ചു, അല്പസമയം സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഐ ടോക്ക്ഡ് ഫോർ എ വൈൽ. എങ്ങനെ പറയും? I talked for a while. ഐ ടോക്ക്ഡ് ഫോർ എ വൈൽ. നമ്മൾ കുറച്ച് സമയം എന്താ പറയുക, ബസ് സ്റ്റാൻഡിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ കുറച്ച് സമയം കാത്തു നിന്നു, അല്ലെങ്കിൽ ഞാൻ കുറച്ച് സമയം കാത്തു നിന്നു എങ്ങനെ പറയും അജയ്? I waited for a while. യെസ്. ഓക്കെ, ഇനി ഞങ്ങൾ കുറച്ച് സമയം കാത്തു നിന്നു എന്നാണ് എങ്ങനെ പറയാം അഭിനവേ? We waited for a while. അതെ, ഞങ്ങൾ നമ്മൾ വി ആണ്. വി വെയിറ്റഡ് ഫോർ എ വൈൽ. ഫോർ എ വൈൽ എന്ന് ഒരുമിച്ച് പറയണേ. വായിലിനായി പോലും പറയുമ്പോൾ വയൽ, അല്ലെ വയലില്ല, വയൽ വരുമ്പോൾ വയൽ. ഓക്കെ, ഫോർ എ വയൽ. ഓക്കെ, ഫോർ എ വയൽ, വായല്ല വയൽ. ഓക്കെ സാറേ, ഈ വയലിലെ ഫീൽഡ് പാടിയാണ് കേട്ടോ. പാഡി ഫീൽഡ്. ഓക്കെ, യെസ്. ഇതിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്കൊന്നുണ്ട് സെൻറ്റൻസ് വേണമെങ്കിൽ പറയാം. ഐ വെയിറ്റഡ് ഫോർ എ ബിറ്റ്. വയൽ എന്ന് വരുന്നതിന് അല്പം എന്ന് പറയില്ലേ, ബിറ്റ്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഐ വെയിറ്റഡ് ഫോർ എ ബിറ്റ്. ഫോർ എ വയൽ എന്ന് പറയുന്നവരെ ആ വയലിൻ്റെ പകരം ഇവിടെ ബിറ്റ് ഉപയോഗിക്കാം. ഓക്കെ, എങ്ങനെ പറയും? I waited for a bit. ഓക്കെ, അതുപോലെ തന്നെ ഈ രണ്ടും മാറി ഇരിക്കും. ഫോർ എ വൈലും ഫോർ എ ബിറ്റും മാറി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനകത്ത് വന്നിട്ടുള്ള നമ്മൾ പെട്ടെന്ന് നമ്മളൊരു കാര്യം എന്താ പറയുക, നമ്മുടെ ഒരു ഫ്രണ്ടിനെ അറിയിക്കുക. പെട്ടെന്നുള്ള എന്ത് പറയും? സഡൻലി പറയാം, ഇമ്മീഡിയറ്റ്ലി പറയാം. വേർഡുകൾ നിങ്ങൾ മാറി ഉപയോഗിക്കുക. എപ്പോഴും ഒരേപോലെ സഡൻലി ഉപയോഗിക്കരുത്. എനിക്ക് നിങ്ങൾ സഡൻലി ഉപയോഗിക്കാമെന്ന് പറയാമെന്നുള്ളതെന്ന് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇമ്മീഡിയറ്റ്ലി രണ്ടും ഒരേ മീനിങ്ങാണ്, പക്ഷേ നമ്മൾ സഡൻലിയാണ് കൂടുതൽ ഉപയോഗിക്കുക, മറ്റേ തൊടുകയില്ല. നമ്മൾ അടുത്തടുത്ത ലെവലിലുള്ള വാക്കുകളിലേക്ക് മെല്ലെ ഇങ്ങനെ ചേഞ്ച് ചെയ്യണം. അപ്പോഴാണ് നമ്മളെ വൊക്കാബുലറി കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് ഡെവലപ്പ് ആവുകയും കൂടുതൽ വാക്കുകൾ ഭംഗിയായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, പുതിയ വാക്കുകൾ വരില്ല. ഓക്കെ, അപ്പോൾ ഐ ഇമ്മീഡിയറ്റ്ലി ഇൻഫോംഡ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തിനെ എന്ത് ചെയ്തു? പെട്ടെന്ന് അറിയിച്ചു. അപ്പോൾ ഇൻഫോം ചെയ്യാന്നല്ലേ നമ്മൾ പറയാം, ഒരു വിവരം അറിയിക്കുക എന്നുള്ളത്. ഓക്കെ, ഐ ഇമ്മീഡിയറ്റ്ലി ഇൻഫോംഡ് മൈ ഫ്രണ്ട്. അപ്പോൾ ഈ ഇത്രയും പഠിച്ച വാക്കുകളും സെൻറ്റൻസുകളും ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്കിന്ന് പാരഗ്രാഫ് ചെയ്യാനുള്ളത്. റെഡിയാണോ? അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ കേൾക്കുന്ന സുഹൃത്തുക്കളെല്ലാവരും ഇത് ഒന്ന് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം കേട്ടോ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ഓരോ വീക്കിലും റിപ്പീറ്റ് ചെയ്ത് കാണണം കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ ഇത് മറന്നു പോകും, ഉറപ്പാണ്. നമ്മളെ കണക്ഷൻ കട്ടായി പോകും, കാരണം നമ്മൾ ഇംഗ്ലീഷ് ഭാഷ നിരന്തരം ഉപയോഗിക്കാത്തതാണ്. അതേസമയം നിങ്ങൾ ചിലപ്പോൾ വീട്ടിൽ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒരു ഇയർഫോണോ അല്ലെങ്കിൽ വെറുതെ അങ്ങനെ ഒരു സ്പീക്കർ ഫോണോ കിട്ടാൻ വെച്ചോ. അപ്പോൾ എല്ലാവർക്കും ഇതിങ്ങനെ കേട്ട് പഠിക്കാം. അങ്ങനെ ചെയ്യുന്ന എത്രയോ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. നമ്മളോട് പറയാറുണ്ട്, വീഡിയോ ഇങ്ങനെ
ഞാൻ വീട്ടിലിങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വെക്കാറ്, ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഇങ്ങനെ വെക്കുക, ഞങ്ങളെല്ലാവരും ഇങ്ങനെ പഠിക്കലുണ്ട്. വളരെ ചെറിയ കൊച്ചു കുട്ടികൾ വരെ ഇതിങ്ങനെ കേട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. കുട്ടികൾ പെട്ടെന്ന് പഠിക്കും. അതിൽ പ്രായമുള്ള ആൾക്കാർ, ഈ പ്രായമുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരുന്നത് എന്താ വെച്ചാൽ ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളറിയാതെ, ഇപ്പോൾ ടി വിയിലെ പരസ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കാണുന്ന സമയത്ത് അറിയാതെ നമ്മളെ മനസ്സിലേക്ക് പതിഞ്ഞു വരും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതേപോലെ ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞു വരുന്നത്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഐഡിയ മേക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മലയാളത്തിൽ ഞാൻ ആദ്യം കാണിച്ച ഓർമ്മയുണ്ടോ? അഭിനവും അജയ്ക്ക് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഒരു ടോപ്പിക് ഞാൻ കാണിച്ച ഓർമ്മയുണ്ടോ? ഇപ്പൊ സ്ക്രോൾ ചെയ്ത് കാണിച്ച നേരത്തെ. യെസ്, അതെ. 2 മണിക്കൂർ മുമ്പ് എൻ്റെ ഫോൺ ബെല്ലടിച്ചു എന്നൊക്കെ പറഞ്ഞു ഓർമ്മയുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം നമുക്കൊന്ന് ക്രാക്ക് ചെയ്യാം. അത് ഓരോന്നായിട്ടൊന്ന് പറയാം. അപ്പോൾ അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഞാൻ കേൾക്കുന്ന ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി, ഓരോരുത്തരും മാറി മാറി ചോദിക്കാം. ഓക്കെ. അപ്പോൾ ആ ഗ്യാപ്പ് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഉറക്കെ നിങ്ങൾ പെട്ടെന്ന് ആൻസർ ഒന്ന് ട്രൈ ചെയ്യുക. അതിനുശേഷം ഞാൻ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ ആൻസർ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലോർത്തതും പറഞ്ഞതും ഇത് തന്നെയാണോ? മനസ്സിലോർത്തതല്ല, ശരിക്കും നിങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ പറയുക കേട്ടോ. സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറക്കെ പറയുക. മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. പലരുടെയും ധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, എല്ലാം ഓക്കെ ആണല്ലോ, എല്ലാം എനിക്കറിയാലോ എന്ന് പറയും. നിങ്ങളൊരാളോട് പോയി സംസാരിച്ച് നോക്കുക, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് പ്രായോഗികമല്ല. അങ്ങനെ തോന്നാറില്ലേ അഭിനവും അജയ്ക്കും ചിലപ്പോൾ? തീർച്ചയായിട്ടും അല്ലേ? പല സുഹൃത്തുക്കളും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതൊക്കെ അറിയാം സാറേ, എനിക്കറിയാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അവർക്ക് ഞാൻ വിചാരിച്ചു അവർക്ക് അറിയാമായിരിക്കുന്നു. എന്നാൽ ഇതൊന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങളൊരാൾ ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ, വാട്ട്സ് യു നെയിം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിൽ പറഞ്ഞാൽ മതിയോ നിങ്ങളുടെ പേര്? പോരാ. ഉറക്കെ പറയണം, ലൗഡായിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചായിരിക്കണം പ്രാക്ടീസ് ചെയ്യാൻ. നിങ്ങൾക്കൊരു എക്സാമിൽ എഴുതണമെങ്കിൽ നിങ്ങൾ മനസ്സിൽ പറഞ്ഞു പഠിച്ചാലും മതി. കാരണം എന്താ, ഉറക്കെ നമ്മുടെ സൗണ്ട് കൊണ്ടല്ല എഴുതുന്നത്, കൈ കൊണ്ടാണ്. ആലോചിച്ച് എഴുതാം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു PG കഴിഞ്ഞിട്ടോ ഡിഗ്രി കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞിട്ടോ ആളുകൾക്ക് ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് എഴുതാനറിയാം. നല്ല കഥകൾ എഴുതുന്ന ആൾക്കാർ, പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. നല്ല ലേഖനങ്ങൾ എഴുതുന്ന ആൾക്കാർ essays ഒക്കെ അടിപൊളിയായിട്ട് എഴുതും. നിങ്ങൾ നോക്കിയാൽ ഒരു 10ാം ക്ലാസ്സിലെ കുട്ടി essay എഴുതും, പക്ഷേ അവർ സംസാരിക്കാൻ പറ്റുന്നില്ല. നിത്യജീവിതത്തിലെ വാക്കുകൾ അറിയില്ല. കാരണം അത് സംസാരിച്ച് നോക്കിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് പറഞ്ഞ് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതല്ലാതെ ഒരു വഴിയും ഇതിലില്ല. കേൾക്കുക, തിരിച്ചു പറയുക. നിങ്ങളൊന്നും കാണാതെ പഠിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. കേൾക്കുക, തിരിച്ചു പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ നമ്മുടെ മനസ്സിൽ പതിയും. ഓക്കെ, ഞാൻ ടൈം കളയുന്നില്ല, നേരെ പോകാം നമുക്ക്. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് ഇതാണ്. ഓഡിയൻസ് ആണ് ആദ്യം ആൻസർ പറയേണ്ടത്, കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ പറയാം. അതിനുശേഷം ഞാൻ അജയനോട് അഭിനവനോടും ചോദിക്കും. 2 മണിക്കൂർ മുമ്പ് എൻ്റെ ഫോൺ ബെല്ലടിച്ചു. 2 മണിക്കൂർ മുമ്പ് എൻ്റെ ഫോൺ ബെല്ലടിച്ചു. അപ്പോൾ ഞാൻ അജയ് 2 മണിക്കൂർ മുമ്പ് എന്നുള്ളതിന് എന്താ പറയുക? 2 hours ago. 2 hours ago. ഹവേഴ്സ് ആണോ? Hours. 2 hours ago നമ്മളിന്ന് പറഞ്ഞാണ് 2 hours ago. എൻ്റെ ഫോൺ ബെല്ലടിച്ചു. ബെല്ലടിക്കുക എന്നുള്ളതിന് റിംഗ് ആണ്. ബെൽ മുഴക്കുക എന്നുള്ളതിന് റിംഗ് ആണ്. എന്നാൽ ബെല്ലടിച്ചു എന്നാകുമ്പോൾ റാങ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, RANG. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ എൻ്റെ ഫോൺ ബെല്ലടിച്ചു എന്ന് എങ്ങനെയാണ് പറയാ? My phone rang. My phone rang. ഇനി ഇത് ഒരുമിച്ചൊന്ന് പറഞ്ഞാൽ ചെയ്. 2 മണിക്കൂർ മുമ്പ് എൻ്റെ ഫോൺ ബെല്ലടിച്ചു. 2 hours ago my phone rang. വെരി ഗുഡ്. ഇത് ശ്രദ്ധിക്കണം. നമ്മൾ ഇതേപോലെ മുറിച്ച് പഠിച്ചിട്ട് ഇത് പറയുമ്പോൾ ഒരുമിച്ച് പറയുന്ന രീതിയിലേക്ക് പ്രാക്ടീസ് ചെയ്യണം. 2 hours ago my phone rang. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ പറഞ്ഞു പഠിക്കണം. ഒന്ന് പറഞ്ഞു വയ്ക്കണേ. ഞാൻ ഒന്നൂടി പറയാം, കേട്ട് പറയാം. 2 hours ago my phone rang. പറഞ്ഞേ അജയ് എന്ന് പറയൂ. 2 hours ago my phone rang. ഓക്കെ, ഇത് ചെയ്യാത്തതുകൊണ്ട്, ഇങ്ങനെ ഉറക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സംഭവിക്കുക എന്താണെന്നറിയോ? നിങ്ങളിതെല്ലാം പഠിച്ചിട്ടുണ്ട്, ലാസ്റ്റ് പറയും 2 hours ago മൈ ഫോണ് റാങ് യെസ്റ്റർഡേ ഐ വെൻറ്റ്. നമ്മളീ പറഞ്ഞ സംഭവം ഒക്കെ വിട്ട് വീണ്ടും ഒരു പഴയയിലേക്കാണ് ചെയ്തു പോകുന്നത്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രധാന പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ഉപകരണങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടും, പക്ഷേ ഇതൊന്നും ഉപയോഗിക്കുന്ന നേരത്തെ ചിലപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇങ്ങനെ തിരിച്ചഴിക്കേണ്ട സ്ക്രൂ ഡ്രൈവറൊക്കെ എടുക്കാൻ മടിയായതുകൊണ്ട് പല്ലുകൊണ്ട് ഇങ്ങനെ കടിച്ച് തിരിച്ചയക്കും. അതേപോലെയാണ് നമ്മുടെ കയ്യിലുള്ള സമയം നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അതെൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. ഓക്കെ, 2 മണിക്കൂർ മുമ്പ് എൻ്റെ ഫോൺ ബെല്ലടിച്ചു. അതെൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. ഈ സുഹൃത്തുക്കളിൽ ഒരാളെന്നുള്ളതിന് എന്താ പറയുക അഭിനവേ? One of my ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട് അല്ല, എന്താണ്?
ഫ്രണ്ട്സ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ആണ് വേണ്ടത്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളിൽ ഒരാൾ, അല്ലെങ്കിൽ വൺ ഓഫ് മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ശരിയാന്ന് നമുക്ക് തോന്നും. ഫ്രണ്ടായി കഴിഞ്ഞാൽ അതെൻ്റെ സുഹൃത്തിൽ ഒരാൾ, അങ്ങനെ നമ്മൾ പറയുമല്ലോ, മലയാളത്തിൽ പറയുമോ അതെൻ്റെ സുഹൃത്തിൽ ഒരാളാണെന്ന് പറയുമോ? സുഹൃത്തുക്കളിൽ ഒരാളാണ്. അപ്പോൾ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. ഓക്കെ, അതെൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു എന്നാ. അപ്പോൾ ആയിരുന്നു എന്ന് എന്തായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചത്? വാസ് ആണ്. വാസ്. അപ്പോൾ എന്നെ പറയും ഇറ്റ് വാസ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. യാ, അതാണ്. അതെൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് മൈ ഫ്രണ്ട് എന്നല്ല പറയേണ്ടത്, വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. അതെൻ്റെ സുഹൃത്തായിരുന്നു പറയുമ്പോൾ എന്താ പറയും? ഇറ്റ് വാസ് മൈ ഫ്രണ്ട്. ഇറ്റ് വാസ് മൈ ഫ്രണ്ട്. അതെൻ്റെ ടീച്ചറായിരുന്നു പറയുമ്പോൾ ഇറ്റ് വാസ് മൈ ടീച്ചർ. ഇറ്റ് വാസ് മൈ ടീച്ചർ. ഓക്കെ, അതെൻ്റെ അധ്യാപകരിൽ ഒരാളായിരുന്നു പറയുമ്പോൾ എങ്ങനെ പറയും? It was one of my teachers. Very good, very good. That's really amazing. It was one of my teachers. It was one of my teachers. Okay. അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ ഒരാളായിരുന്നു എന്ന് ഒരുമിച്ചൊന്ന് പറഞ്ഞേ. It was one of my friends. One of my friends. പക്ഷെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. പക്ഷെ എന്ന് പറയുന്നത് എന്ത് പറയും? ബട്ട്. അപ്പോൾ അജയ് എന്ന് പറഞ്ഞേ, ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളത് എന്ത് പറയാം അജയ്? Didn't. വെരി ഗുഡ്. ഡിഡിൻ്റ് അല്ല, എന്താണ്? Didn't. കറക്റ്റ്. കണ്ടോ, അജയ് പറഞ്ഞോ. അതേപോലെയാണോ എന്ന് കേട്ടിരിക്കുന്ന സുഹൃത്തുക്കൾ പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കിയേ. പലപ്പോഴും ചില സുഹൃത്തുക്കൾ ഇതൊക്കെ പഠിച്ചു വെച്ചാൽ അവർ പിന്നെ പറയും ഡിഡിൻ്റ്. അങ്ങനെയല്ല, നിങ്ങൾ ഡിൻറ്റ് എന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെ പറയും? But I didn't attend the call. വെരി ഗുഡ്. But I didn't attend the call. പറഞ്ഞു നോക്കിയേ അജയ്, ഒന്നിട്ട് പറഞ്ഞേ. I didn't attend the call. ബട്ട് അല്ല കേട്ടോ, ഇട്ടാന്നൊരു സംഭവമില്ല, ടായുള്ളൂ. ബട്ട് അല്ല, ബട്ട്. I didn't attend the call. കാരണം ഞാൻ ബിസി ആയിരുന്നു, ആ സമയത്ത് ഞാൻ ബിസി ആയിരുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ഓഡിയൻസ് ഒന്ന് പറഞ്ഞു നോക്കുക പെട്ടെന്ന്. ആ സമയത്ത് ഞാൻ ബിസി ആയിരുന്നു എന്നാണ്. കാരണം ആ സമയത്ത് ഞാൻ ബിസി ആയിരുന്നു. അപ്പോൾ കാരണം എന്നുള്ളതിന് എന്താ പറയുക അഭിനവേ? കാരണം ബിക്കോസ് ഞാൻ ബിസി ആയിരുന്നു ആ സമയത്ത്. എങ്ങനെ പറയും? Because I was busy at that time. കണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞു ഓർമ്മയുണ്ടോ? at that time, ആ സമയത്ത്. I was busy at that time. Because I was busy at that time. ഒരുമിച്ച് പറഞ്ഞു നോക്കിയേ. Because I was busy at that time. വെരി ഗുഡ്. Because I was busy at that time. ഓക്കെ, റൈറ്റ്. ഒന്ന് അജയ് എന്ന് പറഞ്ഞേ. ആ സമയത്ത് ഞാൻ തിരക്കിലായിരുന്നു. Because I was busy at that time. ബിക്കോസ് എന്നുള്ള കാരണം എന്നാട്ടോ. ഓക്കെ, റൈറ്റ്. ബിക്കോസ് ഐ വാസ് ബിസി അറ്റ് ദാറ്റ് ടൈം. ഇനി ഇത്രയും സെൻറ്റൻസ് നമുക്കൊന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക, 2 മണിക്കൂർ മുമ്പ് എൻ്റെ ഫോൺ ബെല്ലടിച്ചു. എത്ര സമയം മുമ്പ് അജയ് ബെല്ലടിച്ചേ? 2 മണിക്കൂർ മുമ്പ് എൻ്റെ ഫോൺ ബെല്ലടിച്ചു. അതെൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു, പക്ഷേ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. ഓക്കെ, എന്നിട്ട് അതിന് കാരണം എന്താ? ഞാൻ തിരക്കിലായിരുന്നു, ആ സമയത്ത് ഞാൻ തിരക്കിലായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിൽ കാണണം. അജയ്, ആദ്യം എന്താ സംഭവിച്ചേ? 2 മണിക്കൂർ മുന്നേ ഫോൺ ബെല്ലടിച്ചു. മനസ്സിൽ കാണുക കേട്ടോ, കണ്ണടച്ച് നിങ്ങൾ മനസ്സിൽ കണ്ടോ, നിങ്ങളെ മനസ്സിൽ ആ സംഭവം വരും. 2 മണിക്കൂർ മുമ്പ് ഫോൺ ബെല്ലടിച്ചു. അത് എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു, അതെൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. അത് ഒരാളായിരുന്നു ഓർക്കണം കേട്ടോ. കോൾ എടുക്കാൻ പറ്റിയില്ല, ഞാൻ ബിസി ആയിരുന്നു. ഞാൻ ബിസി ആയിരുന്നു, ആ സമയത്ത് ഞാൻ ബിസി ആയിരുന്നു. ഓക്കെ, ഇത്ര സംഭവം ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ. ഇത്ര സംഭവം. 2 hours ago my phone rang. Okay. It was one of my friends. കണ്ടോ, അവിടെ ആ മുറിഞ്ഞത് കണ്ടോ? അപ്പോൾ അജയ് പറഞ്ഞത് ആ മുറിയാൻ പാടില്ല. Okay. 2 hours ago my phone rang. It was one of my friends. പറഞ്ഞേ. 2 hours ago my phone rang. It was one of my friends. But I didn't. But ആണോ? But I didn't attend the call. കണ്ടോ, വെരി ഗുഡ്. അങ്ങനെ പറയണം കണ്ടോ. But I didn't attend the call. കേട്ടോ സാർ ഒന്ന് പറഞ്ഞോട്ടെ. 2 hours ago my phone rang. It was one of my friends. Okay. But I didn't attend the call because I was busy at that time. Very good. Okay, കണ്ടോ. ഒന്ന് ഇത്രയൊന്ന് പറഞ്ഞു നോക്കിയാൽ അഭിനവേ. ഹലോ സാർ. ഇതേ സംഭവം ഇതുവരെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇത്രയും സംഭവം നിങ്ങളെ മനസ്സിൽ ഓർമ്മയില്ല. എന്തൊക്കെ സംഭവിച്ചു? ആദ്യം എന്താ സംഭവിച്ച അഭിനവേ? 2 മണിക്കൂർ മുമ്പേ ഫോൺ ബെല്ലടിച്ചു. നമ്മൾ ഇത് ഈ സംഭവം നമ്മളെ മനസ്സിൽ കാണണം കേട്ടോ. നിങ്ങൾ മനസ്സിൽ കാണുക, നിങ്ങൾ ഫോൺ ഇങ്ങനെ 2 മണിക്കൂർ മുമ്പ്. അപ്പോൾ 2 മണിന്ന് ഇങ്ങനെ ഫോണിൽ എഴുതി നിങ്ങൾ മനസ്സിൽ കാണുക. കുറച്ച് മുമ്പ് ഫോൺ ബെല്ലടിക്കുന്നു. അതാരാണ്?
അത് എൻ്റെ കൂട്ടുകാരിൽ അപ്പോൾ നിങ്ങൾ ഒരാളായിരുന്നു. സുഹൃത്തുക്കളിൽ ഒരാളാണ്, അവരുടെ ഒരു പേര് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നതാണ്. എല്ലാം വിഷ്വലായിട്ടാണ്. വിഷ്വലായിട്ട് കണ്ടാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് ഇങ്ങനെ ഫോണിൽ എഴുതി കാണിക്കുകയാണ്, ആ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? കോൾ ഇങ്ങനെ കട്ട് ചെയ്യാണ്. കോൾ എടുക്കാൻ പറ്റിയില്ല. എടുക്കാൻ പറ്റിയില്ല, അറ്റൻഡ് ചെയ്തില്ല. കാരണം എന്താണ്? അത് ആ സമയത്ത് ബിസി ആയിരുന്നു, ബിസിയായിരുന്നു. അപ്പോൾ ഇത്രയും സംഭവം അഭിനവ് ഒന്ന് പറഞ്ഞു. 2 hours ago, 2 hours ago, my phone rang. my phone rang. It was one of my friends. Okay. But I didn't attend the call because I was busy at that time. Okay. ഇത്രയും കൂടി സ്പീഡ് കൂട്ടാം, ഫ്ലോ കൂട്ടാം, പ്രാക്ടീസ് ചെയ്താൽ നല്ല മാറ്റം വരും കേട്ടോ. Okay. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പക്ഷേ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല, കാരണം ആ സമയത്ത് ഞാൻ ബിസി ആയിരുന്നു. 15 മിനിറ്റിന് ശേഷം ഞാൻ തിരിച്ചു വിളിച്ചു. എത്ര സമയം കഴിഞ്ഞപ്പോഴാണ്? 15 മിനിറ്റ്. 15 മിനിറ്റിന് ശേഷം ഞാൻ തിരിച്ചു വിളിച്ചു. ഓക്കെ. അപ്പോൾ ശേഷം എന്നുള്ളത് എന്താ പറയുക? ലേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അല്ലെങ്കിൽ ആഫ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ആഫ്റ്റർ എന്ന് പറയാം. ആഫ്റ്റർ ദാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഓക്കെ. അങ്ങനെ പല രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് 15 മിനിറ്റിന് ശേഷം എന്നാണ്, അല്ലേ? അപ്പോൾ എത്ര സമയമാണ്? 15 മിനിറ്റ്. അപ്പോൾ എങ്ങനെ പറയും? 15 മിനിറ്റ് ആണോ? 15 minutes. ഓക്കെ, എന്ന് പറഞ്ഞു തന്നാൽ. 15 minutes later, I called back. വെരി ഗുഡ്. കേട്ടോ, നമ്മൾ നേരത്തെ പഠിച്ചാണ് കോൾഡ് ബാക്ക്. 15 minutes later I called back. ഓക്കെ, 15 minutes later I called back. ഓക്കെ. അപ്പോൾ അവന് ആ സമയത്ത് എന്ത് സംഭവിച്ചു? ആ സമയത്ത് അവൻ കോള് അറ്റൻഡ് ചെയ്തോ ഇല്ലയോ? ആ സമയത്ത് 15 മിനിറ്റിന് ശേഷം ഞാൻ തിരിച്ചു വിളിച്ച് അവൻ എൻ്റെ കോള് അറ്റൻഡ് ചെയ്തു. എന്നിട്ട് എന്നോട് ചോദിച്ചു. കേട്ടോ, 2 കാര്യം ആണ് പറയുന്നത്. ആ സമയത്ത് അവൻ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്തു, എന്നിട്ട് എന്നോട് ചോദിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പറയണം? അവൻ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്തു എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അവൻ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്തു എന്ന് അങ്ങനെ പറയാം അജയ്? He attended my call. അറ്റൻഡ് മതിയോ? അറ്റൻഡഡ് വേണം. Attended. ഓക്കെ, അറ്റൻഡഡ് വേണം. ഹി അറ്റൻഡഡ് മൈ കോൾ എന്ന് പറയും. He attended my call. അപ്പോൾ അറ്റൻഡ് പോലെ അറ്റൻഡിൻ്റെ കൂടെ ഇഡിയും കൂടെ ചേർക്കണം കേട്ടോ. അറ്റൻഡ് എന്ന് പറഞ്ഞാൽ കോൾ ചെയ്യുക എന്നാണ്. ഓക്കെ. അപ്പോൾ ഹി അറ്റൻഡഡ് മൈ കോൾ. പിന്നെന്താ ചെയ്ത്? അപ്പോൾ അത് എന്നിട്ട് എന്നോട് ചോദിച്ചു. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. എന്നിട്ട് എന്നോട് ചോദിച്ചു. അപ്പോൾ നമ്മൾ എന്നിട്ടെന്നിപ്പോൾ എന്താ ഇംഗ്ലീഷിൽ പറയാൻ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. അവിടെ ജസ്റ്റ് ആൻഡ് എന്നുള്ള സാധനം ആഡ് ചെയ്തിട്ടാൽ മതി. ഓക്കെ. അപ്പോൾ ആദ്യം എന്താ ചെയ്തത്? He attended my call. ആൻഡ് എന്നോട് ചോദിച്ചു. ആൻഡ് ആസ്ക്ഡ് മീ എങ്ങനെ പറയും? And asked me. ആസ്ക്ഡ് ഓർമ്മയുണ്ട് നമ്മൾ പറഞ്ഞത്. ആസ്ക്ഡ്, വർക്ക്ഡ്, ലുക്ക്ഡ് എന്ന് പറയുന്നത് എന്ത് വേണം? Asked. ഓക്കെ. He attended my call and asked me. He attended my call and asked me. എന്താ ചോദിച്ചെന്നറിയോ? അതിനുശേഷം അവൻ ചോദിച്ചൊരു ചോദ്യം ഇതാണ്: നീ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്തോ? നീ നിന്റെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്തോ? റൈറ്റ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫണ്ട് വരാനൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്തോ? എന്താ സ്ഥിതി, എന്തെങ്കിലും വന്നോ ചോദിക്കല്ലേ? അപ്പോൾ നീ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്തോ? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എങ്ങനെയാണ് തുടങ്ങണ്ടേ? Did you? Okay. Did you check your bank account? Yeah. Did you check your bank account? എങ്ങനെ പറയാം അഭിനവേ? Did you check your bank account? ഇനി ഡിജ് ഇല്ലെങ്കിൽ ജിജ് യു ചെക്ക് യുവർ ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ ഡിഡ് യു ചെക്ക് യുവർ ബാങ്ക് അക്കൗണ്ട്? ഓക്കെ. നീ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്തോ? ഇന്ന് രാവിലെ ഞാൻ 10,000 രൂപ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ 10,000 രൂപ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ കേൾക്കുന്ന ഓഡിയൻസ് പെട്ടെന്ന് പറഞ്ഞു നോക്കിയേ. ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ എന്താണ് അഭിനവേ? ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ എന്താണ്? ദിസ് മോർണിംഗ്. 10,000 രൂപ ഞാൻ അക്കൗണ്ടിലേക്ക് അയച്ചു. അപ്പോൾ എങ്ങനെ പറയും? I deposited 10,000 rupees into your account. യെസ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സിമ്പിളായിട്ടൊന്ന് പറയണം. അതൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ I sent 10,000 rupees to your bank account. I sent 10,000 rupees to your bank account. ഒന്ന് പറഞ്ഞു നോക്കിയേ. I sent 10,000 rupees into your bank account. To your. ഇവിടെ വരുമ്പോൾ to മതി. I sent 10,000 rupees to your bank account. എന്ന് പറയും. I sent 10,000 rupees to your bank account. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ ഇത്രയും സംഭവം നമുക്ക് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കണം. ആദ്യം എന്താ സംഭവിച്ചത്? 2 മണിക്കൂർ മുമ്പേ ഫോൺ ബെല്ലടിച്ചു. പിന്നെ അത് എൻ്റെ കൂട്ടുകാരിൽ ഒരാളായിരുന്നു. പിന്നെ
സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല സാർ. അപ്പോൾ പക്ഷേ ഞാൻ എന്ത് ചെയ്തില്ല, ആ സമയത്ത് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. പിന്നെ എപ്പോഴാണ് അറ്റൻഡ് ചെയ്ത അജയ്? അന്നേരം ഞാൻ തിരക്കിലായിരുന്നു. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിച്ചു. ഓക്കെ. അവൻ ഫോൺ എടുത്തു. എന്നിട്ട് ചോദിച്ചു. എന്നോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അക്കൗണ്ട് ക്രെഡിറ്റ് ആയെന്ന് ചോദിച്ചില്ല, ചെക്ക് ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞു? ഇന്ന് രാവിലെ 10,000 രൂപ ഞാൻ അക്കൗണ്ടിലേക്ക് അയച്ചു. അതാ ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് പറയാൻ കുഴപ്പമില്ല. അപ്പം അതിന് തൊട്ട് മുമ്പുള്ള അത്രയും സെൻറ്റൻസും കൂടി ഒരു തവണയൊന്ന് പറഞ്ഞു നോക്കാവോ? ആരാ പറയാ? അജയ് എന്ന് പറഞ്ഞു നോക്കാവോ? അതുവരെ 2 hours അല്ലേ? 2 hours ago. നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞു. തെറ്റിപ്പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു നോക്കിയോ, നമുക്ക് സെറ്റാക്കുന്നേ. ഇത്ര വലിയ സംഭവമൊന്നുമില്ല. 2 hours ago, my phone rang. Okay. It was one of my friends, but I didn't attend the call because I was busy at that time. Okay. 15 minutes later, I called 15 back. minutes later, I called him back. He attended my call and asked me, did you check your bank account? Yeah, very good. Did you check your bank account? പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചു, പറഞ്ഞു. ഇന്ന് രാവിലെ this morning I sent 10,000 rupees to your bank account. Okay, right. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത്രയും ചോദിച്ചു. അപ്പോൾ ആ പൈസ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ പൈസ ക്രെഡിറ്റ് ആയിരുന്നോ? അപ്പോൾ ആയിരുന്നോ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച വാസ് ഓർമ്മയുണ്ടോ? യെസ്. വാസ് ദ എമൗണ്ട്, ആ പണം, വാസ് ദ എമൗണ്ട് ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട്. വാസ് ദ എമൗണ്ട്, ആ എമൗണ്ട് ക്രെഡിറ്റ് ആയിരുന്നോ? അതാണ് ആ ചോദ്യമായതുകൊണ്ട് വാസ് ആദ്യം വന്നതുണ്ടോ. വാസിനെയും വേറിനെ പറ്റി നമ്മൾ ഒരുപാട് വിശദമായി പിന്നീട് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് വിശദമായി തന്നെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോവാണ്. വാസ് ദ എമൗണ്ട് ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട്. എങ്ങനെ ചോദിക്കും? വാസ് ദ എമൗണ്ട് ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട്. യെസ്, വാസ് ദ എമൗണ്ട് ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട്. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ടിൽ ആ പണം എത്തിയിട്ടുണ്ടോ, ക്രെഡിറ്റ് ആയിട്ടുണ്ടോ? എങ്ങനെ ചോദിക്കുക അഭിനവേ? Was the amount credited to your account? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? ഞാൻ അവനോട് പറഞ്ഞു. എന്താ അവനോട് പറഞ്ഞതെന്ന് നോക്കാം. ഞാൻ അവനോട് പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ അക്കൗണ്ട് ചെക്ക് ചെയ്തില്ല. അവനവേ എങ്ങനെ പറയും? എങ്ങനെയാണ്? ഞാൻ അവനോട് പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ അക്കൗണ്ട് ചെക്ക് ചെയ്തില്ല. I told him this morning I didn't check my account. വെരി ഗുഡ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞാണ് ദിസ് മോർണിംഗ് ഐ ഡിഡ്ന്റ് ചെക്ക് മൈ അക്കൗണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരാളോട് നീ അക്കൗണ്ട് ചെക്ക് ചെയ്ത് ഞാൻ പൈസ അയച്ചായിരുന്നല്ലോ, നോക്കിയാൽ ഐ എം സോറി ഐ ഡിഡ്ന്റ് ചെക്ക് മൈ അക്കൗണ്ട് ദിസ് മോർണിംഗ്. ഓക്കെ, പല രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. നിങ്ങളുടേതായ ടോണിലും സ്റ്റൈലിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇന്ന് രാവിലെ ഞാൻ അക്കൗണ്ട് ചെക്ക് ചെയ്തില്ല. ശരിക്കും ഞാൻ എന്താ പറയുക, ഞാൻ കഴിഞ്ഞ ആഴ്ച അവന് ഒരു 10,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ശരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണം, ഇതെന്താ ശരിക്കും എന്ന് പറയാം. ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഫില്ലേഴ്സ് ഉപയോഗിക്കുക. ഫില്ലേഴ്സാണ് ബട്ട്, ആക്ച്വലി. ഇപ്പോൾ ആക്ച്വലി എന്നൊക്കെ ആളുകൾ ആവശ്യമുള്ളടത്ത് ഇല്ലാത്തടത്തൊക്കെ കയറിയിട്ട് പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി ഇങ്ങനെ ആക്ച്വലി ഒരുപാട് ആവശ്യമില്ല. ഇവിടെ ഒരു ആക്ച്വലി നല്ലതാണ്. ഓക്കെ, ഇവിടുത്തെ ഒരു ആക്ച്വലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ശരിക്കും കഴിഞ്ഞ ആഴ്ച ഞാൻ അവന് ഒരു 10,000 രൂപ കൊടുത്തു. ആക്ച്വലി എങ്ങനെ പറയും? നമ്മൾ കൊടുത്തു എന്നാണെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്? വേണ്ടതാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ അവന് പണം കടം കൊടുത്താണ് കഴിഞ്ഞ ആഴ്ച. കടം കൊടുക്കുന്നത് എന്താ പറയുക? ലെൻഡ്. ഓർമ്മയുണ്ടല്ലോ? അപ്പോൾ ആക്ച്വലി ലാസ്റ്റ് വീക്ക് ഐ ലെൻഡ് ഹിം 10,000 rupees. എങ്ങനെ പറയും? Actually, last week I lent him 10,000 rupees. Yes, അതാണ് ലെൻഡ്. അല്ലെങ്കിൽ ഐ ലോൺഡ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ട് ലോൺഡ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ലാസ്റ്റ് വീക്ക് ഐ ലെൻഡ് ഹിം 10,000 rupees. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയേണ്ടത്. ഒന്ന് ഒറ്റയ്ക്കൊന്ന് പറയാമോ അജയ്? ഓക്കെ സർ. Actually, last week I lent him 10,000 rupees. Okay, very good. I lent him 10,000 rupees. അതുകൊണ്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തു പെട്ടെന്ന്. കാരണം അവന് പണം കൊടുത്താണ്, അവൻ ഇവിടെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എന്ന് പറയുന്നത് എന്താ പറയുക? സോ. ഓക്കെ, റൈറ്റ്. സോ, അപ്പോൾ അതുകൊണ്ടെന്നുള്ളതിന് സോയാണ്. എന്ത് ചെയ്തു? ഞാൻ എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തു. അപ്പോൾ എങ്ങനെ പറയും? I checked my account. അത്രേ ഉള്ളൂ. സോ ഐ ചെക്ക്ഡ് മൈ അക്കൗണ്ട്.
പക്ഷേ നിർഭാഗ്യവശാൽ അക്കൗണ്ടിൽ പണം എത്തിച്ചേർന്നില്ല, അല്ലെ പണം എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. പല രീതിയിൽ വരാം. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിർഭാഗ്യവശാൽ പണം അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ നിർഭാഗ്യവശാൽ എന്ന് പറയേണ്ട കാര്യമുണ്ട് ഇവിടെ. ഇംഗ്ലീഷിലൊരു പ്രയോഗ രീതിയാണ് നിർഭാഗ്യവശാൽ. ദാറ്റ് മീൻസ് അൺഫോർച്ചുനേറ്റ്ലി ഹി ഹാഡ് ഇൻ കം ഹിയർ. അവനോട് വന്നിട്ടുണ്ടായിരുന്നില്ല. നിർഭാഗ്യവശാൽ ഡോക്ടർ അന്ന് ലീവായിരുന്നു. ഞാൻ രോഗിയായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് നിർഭാഗ്യവശാൽ ഡോക്ടർ അവിടെ ലീവായിരുന്നു. ഓക്കെ, ആ കുട്ടി ബൈക്ക് എടുത്ത് ഓടിച്ചു. നിർഭാഗ്യവശാൽ അവൻ്റെ കയ്യിൽ എന്താ പറയുക ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ആകെ പ്രശ്നമായി. ഓക്കെ, ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇടാൻ പറ്റിയൊരു വേർഡാണ് അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ. നിർഭാഗ്യവശാൽ അയാളൊന്ന് ലീവാണ്, ഇവരെല്ലാവരും ഒന്ന് വരികയും ചെയ്തു. ഓക്കെ, അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയുക? അൺഫോർച്ചുനേറ്റ്ലി. ഓക്കെ, നിർഭാഗ്യവശാൽ അക്കൗണ്ടിൽ പണം എത്തിച്ചേർന്നില്ല. അപ്പോൾ എത്തിച്ചേരുക എന്നുള്ളതിന് മുമ്പ് ഞാൻ പറഞ്ഞ വേർഡ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പണം അക്കൗണ്ടിൽ ക്രെഡിറ്റ്. അതാണ് ക്രെഡിറ്റ് ആവുക. അപ്പോൾ ഇവിടെ വേണ്ടത് അൺഫോർച്ചുനേറ്റ്ലി ദ എമൗണ്ട് ഹാഡിൻഡ് ക്രെഡിറ്റ്. ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു, HAD ഹാഡ്. ഓക്കെ, ഹാഡിൻ ബീൻ ക്രെഡിറ്റഡ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഹാഡിൻഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു ബീന്ന് കൂടി ഞാൻ ഇതിനകത്ത് ടൈപ്പ് ചെയ്തിട്ടേക്കാം. ബീൻ. ഓക്കെ, ഹാഡിൻഡ് ബീൻ. ഓക്കെ, യെസ്. അൺഫോർച്ചുനേറ്റ്ലി ദ എമൗണ്ട് ഹാഡിൻഡ് ബീൻ ക്രെഡിറ്റഡ് ടു മൈ അക്കൗണ്ട്. ഒന്ന് പറഞ്ഞു വയ്ക്കുക. ആ സെൻറ്റൻസ് കുറച്ചൊന്ന് കൺഫ്യൂഷൻ വന്നേക്കാം, പക്ഷേ നിങ്ങൾ 10 പ്രാവശ്യം പറഞ്ഞ് സെറ്റാക്കിയേക്കണം. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വന്നോ? ചോദിക്കുക അഭിനവേ, അജയനോട് ചോദിക്കുക. അക്കൗണ്ടിൽ പൈസ വന്നോ? വാസ് ദ എമൗണ്ട് ക്രെഡിറ്റഡ് ഇൻ ടു യുവർ അക്കൗണ്ട്? അതാണ് വാസ് ദ എമൗണ്ട് ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട്. നിങ്ങൾ ഓൺലൈനിലോ അല്ലെങ്കിൽ കസ്റ്റമർ കെയറിലോ ഒക്കെ വിളിക്കുന്ന സമയത്ത് നിങ്ങളോട് ആളുകൾ ചോദിക്കാൻ നിങ്ങൾ തിരിച്ചു പറയുകയും ചെയ്യേണ്ട ഈ ഒരു സെൻറ്റൻസ് ഇതേപോലെ മനസ്സിലാക്കി വെച്ചു. വാസ് ദ എമൗണ്ട് ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഓൺലൈൻ കോഴ്സിൽ ചേർന്നു, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം വാസ് ദ എമൗണ്ട് ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട്? ഐ ഓൾറെഡി സെൻഡ് ഇറ്റ്. ഞാൻ നേരത്തെ അത് അയച്ചിട്ടുണ്ട്. നിങ്ങൾ അക്കൗണ്ടിൽ വന്നോ? അത് ആ എമൗണ്ട് വന്നിട്ടില്ല അങ്ങനെ പറയും. അല്ലെങ്കിൽ എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാൻ എങ്ങനെ പറയും? അജയ് പറഞ്ഞു നോക്കൂ. അൺഫോർച്ചുനേറ്റ്ലി the amount hadn't credited to my account. Yes, അപ്പോൾ hadn't been credited ആകട്ടോ. Hadn't been. Unfortunately the amount hadn't been credited to my account. Okay? Right. Okay. അപ്പോൾ അത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അല്പസമയം ഞാനവിടെ കാത്തു നിന്നു. നേരത്തെ പറഞ്ഞാണ് നമ്മൾ അല്പസമയം ഞാനവിടെ കാത്തു നിന്നു. എങ്ങനെ പറയാം ജയ്? So I waited for a while. വെരി ഗുഡ്. ഇനി ഫോർ എ വൈൽ അല്ലെങ്കിൽ വേറൊരു വേർഡ് ഉപയോഗിക്കാമായിരുന്നു. അതേതൊന്ന് അഭിനവന് ഓർമ്മയുണ്ടോ? ഫോർ എ ബിറ്റ്. മറന്നു പോരുത്. ഫോർ എ ബിറ്റ്. അപ്പോൾ എങ്ങനെ പറയും? I waited for a bit. I waited for a bit അല്ലെങ്കിൽ I waited for a while. ഓക്കെ, 5 മിനിറ്റിനുള്ളിൽ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആയി. 5 മിനിറ്റിനുള്ളിൽ എന്നുള്ളതിന് എന്താ പറയുക? ഈ മിനിറ്റിനുള്ളിൽ എന്ന് പറയുന്നത് വിത്ത് എന്നുള്ള 2 വേർഡല്ല, വിതിൻ ഒരുമിച്ച് പറയേണ്ടതാണ്. WITHIN. വിതിൻ 5 minutes. എങ്ങനെ പറയും? Within 5 minutes. പലരും വിതിൻ എന്നുള്ളതിന് വിത്ത് ആദ്യം എഴുതും, പിന്നെ IN എന്നുള്ളത് വേറെ എഴുതും. അങ്ങനെ എഴുതാൻ പാടില്ല, ഒരുമിച്ചാണ്. വിതിൻ 5 minutes the money was credited to my account. കണ്ടോ? the amount was credited to your account എന്ന് ചോദിച്ചില്ലേ? അതുപോലെ തന്നെയാണ് the money അല്ലെങ്കിൽ the amount was credited to my account. 5 മിനിറ്റിനുള്ളിൽ എമൗണ്ട് എന്ത് ചെയ്തു? എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. അതെങ്ങനെ പറയാം അഭിനവേ? Within 5 minutes, the amount was credited to my account. Within 5 minutes, the amount was അല്ലെങ്കിൽ the money was credited to my account. ഒന്ന് പറഞ്ഞു നോക്ക് അജയ്, എന്ന് പറഞ്ഞു നോക്കേ. Within 5 minutes, the amount was credited to my account. അല്ലെങ്കിൽ money was credited to my account. Okay? Yes. അത് നമ്മൾ അങ്ങനെ ഇത് കൊടുക്കുക. ഇനി അതിനുശേഷം സ്വാഭാവികമായിട്ടും പറയുന്നൊരു കാര്യമാണ്, പെട്ടെന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനെ വിവരം അറിയിച്ചു. ഈ വിവരം അറിയിക്കണമല്ലോ സുഹൃത്തിനോട്. അതുപോലെ പൈസയൊക്കെ വന്നു, ഇനിയിപ്പോൾ എന്ത് നോക്കണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവനെ അറിയിക്കണമല്ലോ. റൈറ്റ്. ഓക്കെ. പെട്ടെന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനെ വിവരം അറിയിച്ചു. ആ വിവരം അറിയിക്കുന്നതിൻ്റെ ഒരു വേർഡ് ഉണ്ടായിരുന്നു. ഏതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇൻഫോം ചെയ്യാന്ന് പറയും. അത് ഇൻഫോംഡ് എന്നാവുക. ഓക്കെ. അപ്പോൾ സഡൻലിക്ക് പകരമുള്ള വേർഡ് ഏതായിരുന്നു? ഇമ്മീഡിയറ്റ്ലി. റൈറ്റ്. ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞു നോക്കേ. ഇൻഫോംഡ്. I immediately informed my friend.
I immediately informed my friend. ഓക്കെ റൈറ്റ് ഓക്കെ എങ്ങനെ പറയാം അഭിനവ് ഇത്? I immediately informed my friend. വെരി ഗുഡ്. ഐ ഇമ്മീഡിയറ്റ്ലി ഇൻഫോംഡ് മൈ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളൊരാളെ സഹായിച്ചാണ് അയാൾ തിരിച്ച് നമുക്ക് സ്വാഭാവികമായിട്ട് ആ പണം തരുന്ന സമയത്ത് നമ്മളോട് ഒരു നന്ദി പറഞ്ഞിട്ടുണ്ടാകും, കാരണം അയാൾക്കൊരു സഹായം ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷിലാകുമ്പോൾ മസ്റ്റായിട്ടും പറയണം. അപ്പോൾ നമ്മൾ എന്ത് പറയും? അയാൾ നമ്മളോട് എന്ത് പറയും? അയാൾ നമ്മളോട് സ്വാഭാവികമായിട്ടും എന്ത് പറഞ്ഞിട്ടുണ്ടാവും? നന്ദി പറയും. അപ്പോൾ നന്ദി പറയുക എന്നുള്ളതിന് ഹി ടോക്ക്ഡ് താങ്ക് യു എന്ന് പറഞ്ഞാൽ പോരാ, അത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. ഹി എക്സ്പ്രസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? പ്രകടിപ്പിച്ചു. ഹി എക്സ്പ്രസ്ഡ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ്. ശ്രദ്ധിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ്. ഏതാണ് വേർഡ് അഭിനവേ? ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. ഓക്കെ, നന്ദി എന്ന് പറയാം, കടപ്പാട് എന്നൊക്കെ പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വലിയ മനോഹരമായൊരു വേർഡാണ്, വലിയൊരു അർത്ഥതലങ്ങളുള്ള വേർഡാണ്. എന്ത് കാര്യത്തോടും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വേർഡാണ്. ഹി എക്സ്പ്രസ്ഡ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്ത് പറയും? He expressed his gratitude. ഓക്കെ, അതാണ്, ദാറ്റ്സ് റിയലി ഗുഡ്. ഹി എക്സ്പ്രസ്ഡ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പം നമ്മുടെ അതിൽ ആ പകുതിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള സംഭവം ഒന്ന് പറഞ്ഞു നോക്കണം നമുക്ക് ഒരു തവണ കൂടി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? നിങ്ങളുടെ ഈ സംഭവം നിങ്ങൾ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് ഈ സംഭവം 1 by 1 ആയിട്ട് കണ്ടിട്ട് എല്ലാ ഓഡിയൻസിലുള്ള ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളും നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഫ്ലോ വരുമല്ലോ, നല്ല ഫ്ലുവൻസി വരണമെങ്കിൽ അങ്ങനെ വേണം. ഇതൊന്ന് ഈ ഒരു ആശയം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറയുമോ അഭിനവ്? പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ എവിടെ തൊട്ടാണ് സാർ? എന്നാൽ ഫസ്റ്റ് ഒന്ന് മുഴുവൻ ഒന്ന് പറഞ്ഞു നോക്കുന്നു, വെറുതെ ഒന്ന്. 20 സെൻറ്റൻസ് അല്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് ഡോണ്ട് വറി, യു ക്യാൻ ട്രൈ ദാറ്റ്. ഒന്ന് ആലോചിക്കട്ടെ സാർ. 2 മണിക്കൂർ മുമ്പ് എന്നുള്ള പോലെ 2 മണിക്കൂർ മുമ്പ് ഫോൺ ബെല്ലടിച്ചു, എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഓക്കെ സാർ, ഞാൻ പറയാം, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. യു ക്യാൻ ട്രൈ ദാറ്റ്, ഡോണ്ട് വറി, യു ക്യാൻ ട്രൈ ദാറ്റ്. നമ്മുടെ ഓഡിയൻസ് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളും ഇതേപോലെ സ്വന്തമായി പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ചേഞ്ച് ആവണം കേട്ടോ. ഓക്കെ, പറഞ്ഞു. 2 hours ago, okay, my phone rang. Okay, it was one of my friends. Good. കോൾ എടുക്കാൻ പറ്റിയതല്ലേ? Don't worry, you can try that. Continue ചെയ്യാം, പറഞ്ഞുകൊണ്ടിരിക്കാം, no problem. But I didn't attend the call. Okay. Because I was busy at that time. Okay. 15 minutes later, I called back. Okay. He attended my call and asked me. Okay. Asked എന്ന് പറയുന്നത് asked me. Did you check your bank account? Okay. Did you check your bank account? Okay. Did you check your bank account? പിന്നെ ഇന്ന് രാവിലെ ക്യാഷ് 10,000 രൂപ ക്യാഷ് അയച്ചിട്ടുണ്ടല്ലേ? അതെ. This morning I deposited 10,000 rupees into your bank account. Deposited ഇല്ല, I deposited അല്ലെങ്കിൽ സെൻഡ് യൂസ് ചെയ്താലും പോരെ സാർ? മതി, I sent. Okay. This morning I sent 10,000 rupees into your bank account. Okay. Amount credit. Was the amount credited to your account? Okay. I told him this morning I didn't check my account. Okay. പറഞ്ഞോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. Actually, last week I loaned 10,000 rupees. Okay. I loaned അല്ലെങ്കിൽ വേറെ ഏതാ വേർഡ് ഉപയോഗിക്കാം? Lent. അത് ഉപയോഗിച്ചു, lent. I lent him 10,000 rupees. Okay. So I checked my account, but unfortunately, the amount hadn't been credited to my account. Unfortunately, the amount hadn't been credited to my account. Okay. Unfortunately, the amount hadn't been credited to my account. Okay. So I waited for a while. Within 5 minutes, the money was credited to my account. Okay. And I immediately informed my friend. Yes. He expressed his gratitude. Very good. I really love that. I really appreciate that. Thank you, sir. Okay. അജയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാവോ? നോക്കാം സാർ.
2 hours ago, my phone rang. It was my friend. It was one of my friends. Okay, sir. 2 hours ago, my phone rang. It was one of my friends, but I didn't attend the call because I was busy at that time. Okay. 15 minutes later, I called back. He attended my call and asked me, Okay. "Did you check your bank account?" Okay. This morning, I sent 10,000 rupees to your bank account. All right. Was that the amount is credited? ഈസില്ല. Was the amount credited to your account? Was the amount is credited to your account? ഈസില്ല. ഇങ്ങനെ പലരും അങ്ങനെ ഈസി ചേർക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഓഡിയോ കേട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഒരാൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന്, യെസ്റ്റർഡേ വി ആർ ഗോയിങ് ടു ബീച്ച്. അങ്ങനെ പറയാൻ പാടില്ല. വി ആർ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഐ ആം ടീച്ചിങ് യു, വി ആർ ലേണിംഗ് ഇംഗ്ലീഷ്, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ബീച്ചിൽ പോവുകയാണെന്നല്ല പറയാം, ഇന്നലെ പോവുകയായിരുന്നു എന്നാണ് പറയാം, അല്ലേ? അപ്പോൾ അവിടെ ഇവിടെ അതേപോലെ അങ്ങനെ കയറി ആറോ ഈസൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ എങ്ങനെ പറയും ഇവിടെ? Was the amount credited to your account? Was the amount credited to your account? Okay. I told him this morning I didn't check my account. Okay. Actually last week I lent him 10,000 rupees. Actually നമ്മൾ പറയില്ല ഒരാൾ actually last week I lent him 10,000 rupees. Okay. Actually I lent him 10,000 rupees. Okay. So I checked my account, but unfortunately the amount hadn't been. Okay. Unfortunately the amount hadn't been credited to my account. Yes, very good. So I waited for a while. Okay. ഞാൻ എൻ്റെ ഇടയ്ക്കോട്ടും ചോദിക്കട്ടെ അഭിനവിന്, സോറി കേട്ടോ, ഫോർ എ വൈലിന് പകരമായിട്ട് ഞാൻ പറഞ്ഞ സെൻറ്റൻസ് ഓർമ്മയുണ്ടോ അഭിനവേ? For a bit. Very good. Okay. That's okay. Continue, please. Carry on. So I waited for a while. Okay. Within 5 minutes, the money was credited to my account. Okay. And I immediately informed my friend. Okay. He expressed his gratitude. He expressed his gratitude. Gratitude. Okay. Very good. Superb. Really wonderful that. Okay. Really appreciate your effort. നന്നായിട്ടുണ്ട്. ഇതിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളും റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉറക്കെയാണ് പറഞ്ഞ് പഠിക്കുന്നതെങ്കിൽ 1 വീക്കിൻ്റെ ഡിഫറൻറ്റ് ഭയങ്കരമായിരിക്കും. നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ, വാട്സപ്പിൻ്റെ പെയ്ഡ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ആ നിലവിലുള്ള ബാച്ച് എല്ലാം ഫുള്ളാണ്. അപ്പോൾ ആ പെയ്ഡ് ഗ്രൂപ്പിൽ വന്ന ആളുകൾക്ക് 7 ദിവസത്തെ ക്ലാസ് കൊണ്ട്, 5 ദിവസമാണ് നമ്മൾ ക്ലാസ് കൊടുത്ത് 2 ദിവസം പ്രാക്ടീസുമായിട്ട് 7 ദിവസത്തെ ക്ലാസ് കൊണ്ട് അവർക്ക് വന്നിട്ടുള്ള മാറ്റം ഞാൻ ആ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. കുറേ ആളുകളുടെ ഓഡിയോ, അവർ പറയുന്ന ഉച്ചാരണം, പറയുന്ന സ്റ്റൈലൊക്കെ ഉള്ള ചേഞ്ചസ് ഉണ്ട്. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോഴും ഇപ്പോൾ പറയുന്ന നമ്മളുടെ വ്യത്യാസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഗ്രൂപ്പിൽ അങ്ങനെ ഇതുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. നമ്മുടെ 99955824 എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നമ്പർ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, ലൗഡായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിൽ പ്രായോ വിദ്യാഭ്യാസം ഒന്നും ഒരു പ്രശ്നമേ അല്ല, അതെപ്പോഴും നിങ്ങൾ ഓർക്കുക. പിന്നെ നിങ്ങൾ ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഇതിന് മുമ്പ് നമ്മുടെ ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും നിങ്ങളൊന്ന് കാണുക. അത് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരാം, എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. 1, 2, 3, 4, 5 വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് നിങ്ങൾ കറക്റ്റായിട്ട് കാണുക കേട്ടോ. അതേപോലെ നിങ്ങൾക്കൊരു ടാസ്ക് ഞാൻ തരാൻ പോവാണ്, നിങ്ങളെല്ലാവരും ചെയ്യുക. നമ്മളിത് ചെറിയ കാര്യം എന്ന് വെച്ച് മാറ്റി വെക്കരുത്. കാരണം ഇത്രയും സംഭവം പഠിച്ചത് നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും. ആ ഐഡിയ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ്. എത്ര ആൾക്കിത് ചെയ്യാൻ പറ്റുമെന്നും കൂടി എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ടൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡയലോഗ് പറയാം, സെൻറ്റൻസ് ഉണ്ടാക്കാം. എങ്ങനെ വേണമെന്ന് വെച്ചാൽ ഇത്ര മണിക്കൂർ മുമ്പ്, ഞാൻ ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലോ, 2 മണിക്കൂർ മുമ്പ് എൻ്റെ ഫോൺ അടിച്ചു, അതെൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു, ഞാൻ കോള് അറ്റൻഡ് ചെയ്തില്ല. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എന്താ പറയുക, ഒരു 5 മണിക്കൂർ മുമ്പ് എൻ്റെ ഫോൺ ബെല്ലടിച്ചു, ഞാനത് അറ്റൻഡ് ചെയ്തില്ല, അതെൻ്റെ അധ്യാപകരിൽ ഒരാളായിരുന്നു എന്നാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് താഴെ ടൈപ്പ് ചെയ്ത് അയക്കാം. ഓക്കെ, എത്ര ആളുകൾ ടൈപ്പ് ചെയ്ത് അയക്കും നമുക്കറിയാം. ഇതേ മോഡൽ ഇന്ന് പഠിച്ച വേറെ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ടൈപ്പ് ചെയ്ത് അയക്കാം. എത്ര ആൾക്ക് അങ്ങനെ അയക്കാൻ പറ്റുന്നുണ്ട് എന്നും കൂടി നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഇതേപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോകൾ
കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒരുപാട് ആളുകൾ വീഡിയോ നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അടുത്തടുത്ത വീഡിയോകൾ വരും. അതല്ലെങ്കിൽ നമ്മളൊരു ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ പരമാവധി വരുള്ളൂ. ഇതിപ്പോൾ കൂടുതൽ ആൾക്കാർ കഴിഞ്ഞ വീഡിയോ കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പെട്ടെന്ന് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് വീഡിയോകൾ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അവിടെ ലൈക്ക് ബട്ടൺ കിടക്കുന്നുണ്ടെന്ന് അറിയാം. അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും ഒന്ന് ചെയ്യുക, അതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ. അതേപോലെ നമ്മുടെ ഒന്നാമത്തെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ പറ്റുമെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റേറ്റസ് ആയിട്ട് വെക്കുക. അപ്പോൾ സ്റ്റേറ്റസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ കാണാൻ വരും. കൂടുതൽ ആളുകൾ പെട്ടെന്ന് വരികയാണെങ്കിൽ ഇതേപോലെ നമുക്ക് കൂടുതൽ വീഡിയോകൾ സ്വാഭാവികമായിട്ടും മേക്ക് ചെയ്യാൻ പറ്റും. എത്ര ആൾക്കാർ നമ്മളെ തിരിച്ചും ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സൗജന്യ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, ഭാവിയിൽ നമുക്ക് ഇതേപോലെ ഒരു ഫീ ഒന്നും വാങ്ങാത്ത രീതിയിൽ എല്ലാവർക്കും സൗജന്യമായി കിട്ടുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊക്കെ നടത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ 1 by 1 ആയിട്ട് നിങ്ങളിങ്ങനെ കേട്ടു പോകുകയല്ല ചെയ്യേണ്ടത്. ഞാൻ എന്നും പറയും പോലെ നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കാണണം. ഇപ്പോൾ ഇതിൽ തന്നെ കുറേ ആളുകൾ മുമ്പത്തെ വീഡിയോകൾ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ പഠിച്ചൊക്കെ മറന്നു പോകും. നമുക്ക് തോന്നും ഇപ്പോൾ പഠിക്കുമ്പോൾ ഇതെല്ലാം നല്ല ഓർമ്മയുണ്ട്, ഓക്കെ എവറിത്തിങ് ഈസ് ഓക്കെ എന്ന് തോന്നും. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളറിയാതെ ഓരോ കാര്യങ്ങളായി സാവധാനം വിസ്മൃതിയിലേക്ക് പോകും. അങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ നമുക്കത് സംസാരിക്കാൻ വിചാരിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് കൊണ്ട് വരില്ല. അപ്പോൾ നമ്മൾ പഴയ വീഡിയോസ് ഇടയ്ക്ക് നിങ്ങൾ എന്തായാലും എടുത്തിങ്ങനെ വെറുതെ ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കുക, വെറുതെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. അത്രമാത്രം ചെയ്താൽ മതി, ഭംഗിയായി നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും. എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുണ്ടാകും. നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്, ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ 9995558247 ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അതോടൊപ്പം തന്നെ നമ്മുടെ പെയ്ഡ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽ അറിയാനൊക്കെ നമുക്ക് ഇതിലേക്ക് വന്നാൽ മതി. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആവശ്യമാണ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. വിൽ ബി മീറ്റ് അഗെയിൻ. ഇറ്റ്സ് മീ സൂര്യ ധനീഷ്. ബൈ ഫോർ നൗ.